Happy Onam to all our Malayali viewers for building great things in their life. KPH പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് ഒരു maybe 2-3 years ആയിട്ടുണ്ട്. നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് എല്ലാ വട്ടം നല്ല ഗസ്റ്റ് കൊണ്ടുവരാറുണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ കേരളത്തിൽ മേ ബി കോഫി കട ഓണറായിട്ടുള്ള ജിജോ ആയിട്ടാണ് നമ്മൾ ബൈ മീ കോഫി ഓണറായിട്ടാണ് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇത് 10th എപ്പിസോഡ് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 years കഴിഞ്ഞു. സോ വി വിൽ ആസ്ക് മോർ അബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ് റൈറ്റ് നൗ, ലേൺ മോർ തിങ്സ് ഫ്രം ഹെം, ആൻഡ് ദിസ് വിൽ ബി എ വാല്യൂ ആഡഡ് പോഡ്കാസ്റ്റ് യു ബിൽഡിംഗ് സംതിങ് ഫ്രം ഇൻ്റർനെറ്റ് ഓൺലൈൻ. സോ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പല ഫൗണ്ടേഴ്സിന് നമ്മൾ പല പോഡ്കാസ്റ്റിലായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു വാച്ചിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഡു ചെക്ക് ഇറ്റ് ഔട്ട് ദ എപ്പിസോഡ്സ് വി ഹവ് ഡൺ സോ ഫാർ. മേ ബി മേക്ക് ഷുവർ സബ്സ്ക്രൈബ് ആസ് വെൽ ടു നെവർ മിസ് അനദർ അപ്ഡേറ്റ്. സോ അഗെയിൻ ഹാപ്പി ഓണം ആൻഡ് വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. ബൈ മീ എ കോഫി. കോഴിക്കോട്ടെ ബൈ മീ എ കോഫി. ബൈ മീ എ കോഫി. ബൈ മീ എ കോഫി. കട്ടൻ കാപ്പിയാണോ? ഗുഡ് ടു സീ യു ബാക്ക്. താങ്ക്സ് മാം. ഉപയോഗിക്കും തോറും വളരുന്നൊരു പ്രൊഡക്റ്റാണ് ബൈ മീ കോഫി. ട്രൈ ടു ബിൽഡ് ദ ബെസ്റ്റ് പോസിബിൾ പ്രൊഡക്റ്റ് യു പോസിബിളി ക്യാൻ, ദാറ്റ് യു ക്യാൻ ഇമാജിൻ. നമ്മുടെ ചിന്താഗതി അത് പ്രൊഡക്റ്റിൽ പ്രതിഫലിക്കണം. നമ്മളെല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വരില്ല. നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുക. എനിക്ക് തോന്നുന്ന ഒരു കാര്യം മാറിയെന്ന് വെച്ചാൽ ഞാൻ ഡിഫറൻ്റ്ലി അംബീഷ്യസ് ആണ്. ഇപ്പോൾ ഞാൻ വേറെ രീതിയിൽ അംബീഷ്യസ് ആയിരുന്നു പണ്ട്. ഓക്കെ, അതിപ്പോൾ സ്റ്റാർട്ടപ്പ് ഗ്രോത്ത് ഉണ്ടാക്കണം, കാശുണ്ടാക്കണം, ബില്യണയർ ആവണമെന്നൊക്കെ, അതൊക്കെയായിരുന്നു പണ്ടത്തെ, വളരെ പണ്ടത്തെ തോന്നി കേട്ടോ. ഒരു 5-8 വർഷം മുമ്പ് അതൊക്കെ മാറി ഇവോൾവ് ചെയ്ത് വന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും അൾട്ടിമേറ്റ് ലക്ഷറി എന്ന് വെച്ചാൽ സമയമാണ്. സമയം സാവകാശമാണ് ഏറ്റവും വലിയ ലക്ഷറി എന്ന് ഞാൻ പഠിച്ചു. നമ്മൾക്കില്ലാത്ത ആലോചിച്ച് അതിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വിഷമമൊക്കെ വരിക. വിഷമമോ സങ്കടമോ അല്ല ജീവിതം കുറച്ച് മടുത്തോളൂ. നമുക്ക് ഉള്ളത് ആലോചിക്കുമ്പോഴല്ലോ ഭയങ്കര സന്തോഷമൊക്കെ വരും. ഫോക്കസ് ഓൺ വാട്ട് യു വാണ്ട് ടു സീ മോർ ഓഫ്. നിങ്ങൾക്ക് കാണേണ്ട കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. നല്ല കാര്യം വെച്ചാൽ ഇങ്ങനെ ഒരു അൺഒഫീഷ്യലായിട്ട് തുടങ്ങിയൊരു കമ്മ്യൂണിറ്റിയാണ് സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റി. പക്ഷേ ഇപ്പം സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ലൊരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഇതാണ്. കുറേ നല്ല ഫൗണ്ടേഴ്സ് കാണുന്നത് ഇതാണ്. അതായത് ഏറ്റവും നല്ല ഭംഗി വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴേ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും നല്ലതൊക്കെ ആദ്യം ഉണ്ടാക്കിയ റോളും പിന്നെ ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് അത് എടുത്തതും അതിൽ വളരെ കാഷ്വലായിട്ട് കോൺവെർസേഷൻ വന്നതൊക്കെയാണ് ഇത്രയും നല്ലൊരു കമ്മ്യൂണിറ്റി ആക്കി വരുത്തിയത്. സോ കൺഗ്രാറ്റ്സ് ഓൺ ഡൂയിങ് ദാറ്റ്. അതിൽ തുടക്കത്തിലേ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. $2017 ഞാൻ സിലിക്കൺ വാലിയിൽ പോകുന്നത്. ഒരു ഗൂഗിൾ സ്കോളർഷിപ്പിൻ്റെ ഭാഗമായിട്ട് അവിടെ എത്തിയപ്പോൾ കിട്ടിയ ഇൻസ്പിറേഷനിലാണ് KPH കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത്. ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് വിത്ത് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് പ്രൊഡക്റ്റ്, നോ തള്ള്, ജസ്റ്റ് റിയൽ സ്റ്റഫ്. അപ്പോൾ അങ്ങനെ ക്യൂറേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പോൾ എത്തിക്കുന്നത് 1000+ ഗ്രൂപ്പ് മെമ്പേഴ്സാണ്. ഓവർ 200+ പ്രൊഡക്റ്റ് ലോഞ്ചസ് ആണ് പെർ ഇയർ നടക്കുന്ന ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന പോഡ്കാസ്റ്റിന് ക്വാളിറ്റി ആയാലും നിങ്ങൾക്കറിയാം, ഓരോ ഗസ്റ്റിനും അത്രയും ഹൈലി ക്യൂറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ആൻഡ് കോൺവെർസേഷൻ ഹാസ് ടു ബി ദാറ്റ് ഗുഡ്. കേരളത്തിലെ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മൾ അഡ്രസ് ചെയ്തിട്ടുള്ളത്. മേ ബി അവർ പ്ലാൻ ഈസ് ടു മേക്ക് പ്രോഡക്ട്സ് ഓൺ കൺട്രി. സോ ട്യൂൺ ഇൻ ടു kph.club ഫോർ മോർ അപ്ഡേറ്റ്സ്. KPH ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ join.kph.club ചെക്കൗട്ട് ചെയ്യുക. എപ്പോഴും ഗ്രൂപ്പ് ഫുള്ളാണ്. ഓപ്പൺ ആയ സമയത്ത് നമ്മളവിടെ അനൗൺസ് ചെയ്യുന്നതാണ്. സോ മേക്ക് ഷുവർ ഇഫ് യു ഫൈൻഡ് ദ ഗ്രൂപ്പ് ഓപ്പൺ ദർ, ജോയിൻ ഇമീഡിയറ്റ്ലി ബിക്കോസ് ദ ഗ്രൂപ്പ് ഗെറ്റ്സ് ഫിൽഡ് സൂപ്പർ ഫാസ്റ്റ്. KPH വാട്സപ്പ് ഗ്രൂപ്പിന് ലോഞ്ച് ചെയ്യുന്ന പല പ്രൊഡക്ട്സും എവിടെ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. launches.kph.club എന്ന വെബ്സൈറ്റ് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. launches.kph.club. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു ദ മാഫിയ, KPH മാഫിയ. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ് ആൻഡ് ബാക്ക് ടു ദ എപ്പിസോഡ്. ഹായ് ഓൾ, വെൽക്കം ടു അനദർ KPH പോഡ്കാസ്റ്റ്. നമ്മുടെ ഗസ്റ്റ് ഒരു കാപ്പിക്കട ഓണറാണ്. മേ ബി നമുക്ക് കാപ്പി കുടിച്ചു തുടങ്ങാം. ഗസ്റ്റ് പേര് പറയൂ. എൻ്റെ പേരാ ജിജോ. കാപ്പിക്കട എവിടെയാണ് ലൊക്കേറ്റഡ്? കാപ്പിക്കട കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ. യെസ്, കാപ്പിക്കടയല്ല, ബൈ മീ കോഫി എന്ന ഗ്ലോബൽ പ്രൊഡക്റ്റാണ്. നമ്മൾ 10th എപ്പിസോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഐ തിങ്ക് 2 years കഴിഞ്ഞു. നമുക്ക് പ്രീവിയസ് പോഡ്കാസ്റ്റ് വാച്ച് ചെയ്യാത്തൊരു വാച്ച് ചെയ്യാം, എന്നിട്ട് ഇതും കൂടി വാച്ച് ചെയ്യാം. സോ നമുക്ക് കാപ്പി കുടിച്ചു തുടങ്ങാം. ലെറ്റ്സ് ഗോ. യെസ്. കട്ടൻ കാപ്പിയാണോ? അല്ല, പാലുണ്ട്. യെസ്.
മധുരം കൂടുതലാണ്. എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ ഞാൻ കാപ്പി മേടിച്ചൊരു ബൈ മീ കോഫി മീൻസ് ഇപ്പം അത് ആൾക്കാർ കേരളം മൊത്തം ടേക്കപ്പ് ചെയ്ത് കാപ്പിക്കട ആ രീതിയിൽ വന്നു. ഹൗ ഡസ് ഇറ്റ് ഫീൽ? ഐ മീൻ ഇപ്പോൾ ഒരു ലാസ്റ്റ് ഫ്യൂ വീക്സ് ഫുൾ ഒരു എയറിലായിരുന്നു. വാട്ട് ഈസ് ദാറ്റ് എക്സ്പീരിയൻസ് ലൈക്ക് ആൻഡ് വാട്ട് വാസ് ദ തിങ്സ് യു നോട്ടിസ്ഡ്? ഫീൽ ചെയ്യാൻ ഉള്ളൊരു സാവകാശ സമയമൊന്നും കിട്ടിയില്ല. അതൊരു ഫ്ലോയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സംഭവം ഉണ്ടായ ശേഷം ആൾക്കാർ ഓഫീസ് കാണാൻ വരണം അല്ലെ സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആരെ വിളിക്കുന്നു, സ്പേസ് കാണിക്കുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു, അത്രേ ഉള്ളൂ. ഞാനൊരു ഫ്ലോയിലങ്ങ് പോകുമായിരുന്നു. നാളെ തിരിച്ചു പോവാം UK യിലേക്ക്. അപ്പം ഇതിൻ്റെ ഒരു സമാപനമായി ഏതായാലും. യെസ്, ഇതൊരു ഗുഡ് ടു സീ യു ബാക്ക്. താങ്ക്സ് മാം. നമ്മൾ ഐ തിങ്ക് ഈ സമയത്ത് ക്ലോസ് ടു 1 million പ്ലസ് ക്രിയേറ്റേഴ്സ് ആയിരുന്നു ബൈ മീ കോഫി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഐ തിങ്ക് 3 million എത്തിയിരുന്നു. 3 million മുകളിൽ പോയി. അതെ. സോ ആ ഒരു 2 years ഡിഫറൻസ് വാട്ട് ചേഞ്ച്, അല്ലെങ്കിൽ ആ ഗ്രോത്ത് എങ്ങനെയായിരുന്നു എന്നും പറയുകയാണെങ്കിൽ? ഗ്രോത്ത് സ്ലോ ആണ്, ഓർഗാനിക് തന്നെയാണ്. അത്ര സ്പീഡിലൊന്നും ചെയ്യാനുള്ളൊരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചാണ് ഗ്രോ ചെയ്യാറുള്ളത്. ആൾക്കാർ കൂടുതൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ഒരു പ്രവണത കാണുമ്പോൾ ടിക്ടോക്കിലോ യൂട്യൂബിലോ ഒക്കെ, അപ്പോൾ നമ്മൾ വളരും. ഇത്രേ ഉള്ളൂ. ബൈ മീ കോഫി അതിൻ്റെ കൂടെ പോവുക ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മളൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിനുള്ളൊരു വകുപ്പൊന്നും ശരിക്കും ഇല്ല. അതിലൊരു കാര്യം ഉപയോഗിക്കും തോറും വളരുന്നൊരു പ്രൊഡക്റ്റാണ് ബൈ മീ കോഫി. ഒരാൾ ഉപയോഗിച്ച് ഫെലിക്സ് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ കാണുന്നു, അങ്ങനെ ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കറ്റിൻ്റെ ഒപ്പം വളരാനുള്ളൊരു സാഹചര്യമുള്ളൂ. ഞാൻ സ്ട്രൈപ്പാണ് നിങ്ങളുടെ എന്താ പറയുക ഇൻവെസ്റ്റർ. അപ്പോൾ സ്ട്രൈപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഇവൻ ഒരു എപ്പിസോഡിൽ ഞാൻ കണ്ടിരുന്നു, അതായത് ഇനി ഒരു ബൈ മീ കോഫി ആർക്കും തുടങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം പറഞ്ഞിരുന്നു. ഇവൻ അത് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് സംഭവിച്ച കാര്യമല്ല. അത് സ്ട്രൈപ്പിൻ്റെ പേയ്മെൻറ്റ് റെസ്ട്രിക്ഷനാണ്. അത് ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് കൂടിയ കാറ്റഗറിയൊക്കെ അവർ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലത്തെ റിസ്ക് കൂടിയൊരു കാറ്റഗറിയാണ് ബൈ മീ കോഫിയുടെ കാറ്റഗറി. അതായത് ഞങ്ങൾ കുറേ നോക്കണം, മോഡറേറ്റ് ചെയ്യണം. ഞങ്ങൾ തമാശയിൽ പറയാനുള്ള ഒരു എഞ്ചിനീയർമാരെക്കാളും കൂടുതൽ മോഡറേഷനും റിസ്ക് ടീമും ഉണ്ട് നമുക്ക്. വാട്ട് ഇസ് ഇറ്റ് ആക്ച്വലി ഡേ ടു ഡേ എങ്ങനെയാണ് ഇരിക്കുക? അവരുടെയോ നിങ്ങളുടെ ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു പേയ്മെന്റ് റിസ്ക് അത്രയും ടഫ് ആയിട്ടുള്ള? ഞാൻ ആ ഭാഗത്തേക്ക് അധികം നോക്കാറില്ല. കാര്യം അത് ഭയങ്കര ഓൾ കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ശരിക്കും എന്ന് വെച്ചാൽ ആൾക്കാർക്ക് എന്തും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുമ്പോൾ, UGC ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ എന്തും പറയാം. സ്പാം ആയിരിക്കാം, പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് അഡൽട്ട് തീം സാധനങ്ങൾ കൂടുതൽ ചെയ്യാം. ചില ഭാഗങ്ങളൊക്കെ ഇല്ലീഗലാണത്. അതുപോലെ ഹെയ്റ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതൽ പോയാൽ ഇല്ലീഗലാണ്. കുറച്ചൊക്കെ ആൾക്കാർക്ക് എന്തും പറയാം, സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അങ്ങനെ പലതരത്തിലുള്ള മോശം കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞിതാക്കണ്ടല്ലോ. പക്ഷെ അതൊക്കെ നോക്കി നമ്മുടെ ടേംസിനനുസരിച്ച് നോക്കി മോഡറേറ്റ് ചെയ്യാനുള്ള ടീം നമുക്കുണ്ട്. പേയ്മെൻറ്റിലും അതേപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും പേയ്മെൻറ്റ് നടക്കുന്നുണ്ടോ, മോഡറേഷൻ ഉണ്ട്. കുറേയൊക്കെ പേയ്മെൻറ്റ് സൈഡ് റിസ്ക്കുകളൊക്കെ സ്ട്രൈപ്പ് എടുക്കും. കുറേ അല്ല, ഇപ്പോൾ ഒരുവിധം എല്ലാം സ്ട്രൈപ്പ് എടുക്കും. എന്നാലും നമ്മുടെ ഭാഗത്ത് നിന്ന് കുറച്ചൊരു മോഡറേഷൻ വേണം. മേക്ക് സെൻസ്. അപ്പോൾ ഈ ഒരു ബൈ മീ കോഫി ഒരു ടിപ്പിംഗ് എന്നുള്ള സംഭവം ആണ് നിങ്ങൾ ചെയ്തത്. പിന്നെ ഐ തിങ്ക് എക്സ്പാൻഡ് മെമ്പർഷിപ്പ് ഷോപ്സ് പലതിലും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഐ തിങ്ക് പല പ്ലാറ്റ്ഫോംസിലും ഇപ്പോൾ ഈ ഊബറിൽ ടിപ്പിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. പല സൂപ്പർ ചാറ്റ് ഉണ്ട് യൂട്യൂബിൽ. അതങ്ങനെ ആ കൾച്ചർ ഇങ്ങനെ കൂട്ടി വരുന്നതാണ്. അപ്പോൾ വേർ ഡു യു സീ ദിസ് ഗോയിങ് അഹെഡ് ഇൻ ദ ഫ്യൂച്ചർ? പണ്ട് നമ്മൾ തുടങ്ങിയപ്പോൾ അധികമൊന്നും ഇല്ലായിരുന്നു ഈ പരിപാടി. ആകെ ഒരു പേട്രിയൻ ഉണ്ടായിരുന്നു, മന്ത്ലി മെമ്പർഷിപ്പ്. ടിപ്പ് ചെയ്യാൻ ആൾക്കാർ പേപ്പാൽ ഉപയോഗിച്ചിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ട്വിച്ചിൽ ആ സമയത്ത് ടിപ്പിംഗ് ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല. മേ ബി ഉണ്ടാവായിരിക്കും, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ ഇപ്പം എല്ലാ പ്രോഡക്റ്റിലും കുറേ ഇൻബിൽറ്റായി വരുന്നു. പിന്നെ ഇൻബിൽറ്റ് അല്ലെങ്കിൽ അവർ വേറെ ബൈ മീ കോഫി പോലത്തെ വെക്കാൻ എൻകറേജ് ചെയ്യുന്നു. ഇപ്പോൾ റെഡിറ്റിലൊക്കെ നിങ്ങൾ പോയി ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി വിചാരിച്ചു, പ്രൊഫൈലിൽ ലിങ്ക് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിന് കൂടെ ബൈ മീ കോഫിയും ചോദിക്കും. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. റെഡിറ്റ് ആലോചിച്ച് നോക്കണം, ഇത്രയും യൂസേജ് ഉള്ള ബൈ മീ കോഫി ഒരു ഓപ്ഷൻ അതിനകത്ത് ആഡ് ചെയ്യാൻ. ഗിറ്റബിൽ അതേപോലെ, അതെ ട്വിറ്ററിലത് ഓൺ ആൻഡ് ഓഫ് പോയി വരികയും ചെയ്യും. അവർക്ക് സ്വന്തമായിട്ട് ടിപ്പിംഗ് പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഭയങ്കര കൂടി, നല്ല കാര്യം. ആ ഒരു ജനറോസിറ്റി, ആൾക്കാർക്ക് വില്ലിങ്നെസ് ടു പേ ഉണ്ട്. ചില സമയത്ത് തിരിച്ച് കിട്ടും, എക്സ്ട്രാസോ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കോണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്നത്. ചിലത് മിക്കവരും ചെയ്യുന്നത് ആ ഒരു ഉദാര മനസ്കതയോടെ ഒരു താങ്ക് യു പറയുകയാണ് ബേസിക്കലി ചെയ്യുന്നത്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക ചെയ്യുന്നത്. അപ്പോൾ ചിലരുടെയൊക്കെ വിചാരം എന്ന് വെച്ചാൽ എന്തോ ഒരു ഔദാര്യം ചെയ്യുന്നതാണ്. അല്ല, എന്തോ കിട്ടിയ ശേഷം അവരുടെ എന്തോ ഒരു കോണ്ടൻറ്റോ ഒരു യൂട്യൂബ് വീഡിയോയോ വലിയൊരു ആർട്ടിക്കിൾ, റിസർച്ച് പേപ്പറൊക്കെ കണ്ട് നമ്മൾക്ക് അത് ഉപകാരമായി തോന്നുമ്പോൾ നമ്മൾ താങ്ക് യു പറയുന്ന ഒരു രീതിയാണ് ബൈ മീ കോഫി. അപ്പോൾ അവർക്കാണ്, കൊടുക്കുന്ന ആൾക്കാണ് സന്തോഷം. അതിൻ്റെ ഒരു മെസ്സേജൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ എന്തൊരു രസമുള്ള കാര്യം അത്. ജിജുക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ഞാൻ ബൈ മീ കോഫിയിൽ ഒരു ക്രിയേറ്റർ തന്നെയാണ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ക്രിയേറ്റർ ആയിരുന്നു. അതെ. അപ്പോൾ എനിക്ക് ക്ലിയർലി എത്ര എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ റഫ്ലി ബൈ മീ കോഫി? 150K. $150,000.
1.5 ലക്ഷം രൂപ അല്ല 1.5 കോടി രൂപ. Yeah, I mean, it literally made me retire when I was Oh man, that's 21 year awesome. old. I could travel the world, I could do many things. അപ്പോൾ അതൊക്കെ ആ ഒരു മൊമെന്റിൽ ദാറ്റ് വാസ് വെരി ഗുഡ് ആൻഡ് അതൊരു ലൈഫ് ചേഞ്ചിങ് സംഭവം തന്നെയാണ്. ആൻഡ് Right. ഐ നെവർ എക്സ്പെക്ടഡ് ദാറ്റ്സ് ഹൗ മൈ ലൈഫ് വുഡ് ടേൺ ഔട്ട് എന്നുള്ളത്. Right. അത് ലിറ്ററലി ഹാസ് ഫെലിക്സ് ആണ് നല്ല ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ചായിരുന്നു പല കാര്യങ്ങളൊക്കെ, അത് വെച്ച് നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തു. ആൻഡ് ആ സമയത്ത് ചില ദിവസങ്ങളിലൊക്കെ ഫെലിക്സ് ടോപ്പ് ക്രിയേറ്റർ ആയിരുന്നു ബൈ മീ കോഫിയുടെ, എനിക്ക് ഓർമ്മയുണ്ട്. ക്ലബ് ഹൗസ്, പിന്നെ ഓരോരോ ഇൻവൈറ്റ് ഓൺലി ആപ്സ് വരുമ്പോൾ നമ്മൾ ഇൻവൈറ്റ് ട്രെയിൻ പോലെ ഓടിക്കും. സോ പീപ്പിൾ വിൽ കംസ് ആൻഡ് സപ്പോർട്ട്, പീപ്പിൾ ബൈ മീ കോഫി ടു ബി പാർട്ട് ഓഫ് ദ ഇനിഷ്യേറ്റീവ്. അത് വേറെ തന്നെ ഒരു മൂവ്മെന്റ് തന്നെയാണ്. ആൻഡ് ഐ ഹവ് സീൻ ദാറ്റ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ആ ഒരു സാധനം ഡെയിലി കാണുമ്പോൾ എങ്ങനെയുണ്ട്? ഐ മീൻ യു സീൻ ബിഗർ വോളിയംസ് മോർ ദാൻ ദാറ്റ് ആൻഡ് റെഗുലർലി. ഹൗ ഡസ് ദാറ്റ് ഫീൽ? ഐ മീൻ ഇൻ ടേംസ് ഓഫ് ട്രാൻസാക്ഷൻ വോളിയം ഏതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും നമ്പേഴ്സ്? പ്രതിമാസം 5 മില്യൻ്റെ മുകളിൽ, പ്രതിവർഷം 60 മില്യൺ, ഇതാണ് വോളിയം. ഞാനത് പറയാറില്ലായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ വാർത്തയൊക്കെ ആയപ്പം ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം ആൾക്കാർ 600 കോടി എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള നമ്പറാണ്, ഞങ്ങളൊന്നും കൂട്ടിയോ കുറച്ചോ ഒന്നുമല്ല, ഇപ്പോൾ ഉള്ള നമ്പർ ഷെയർ ചെയ്തതാണ്. അപ്പം അത് ഈ വർഷാവസാനം അല്ല അടുത്ത വർഷം പകുതിക്കുമല്ലോ 1000 ആയേക്കാം, എനിക്കറിയില്ല, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതാണ് ഇപ്പോഴത്തെ വോളിയം. ഇതിൻ്റെ ഒരു 5% സംതിങ് ആണ് ബൈ ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ മാർജിൻ 7.5%. 7%. ഒരു 5% ഉണ്ട്. പിന്നെ പേയ്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ ഞങ്ങൾക്ക് നല്ല ഡീലാണ് സ്ട്രൈപ്പുമായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അതിലും കിട്ടും. പിന്നെ പേ ഔട്ട് ഫീസ് ഒക്കെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പ്രൊഡക്റ്റ് തൊട്ടില്ലെങ്കിലും തന്നെ ഗ്രോ ചെയ്യണ ഒരു പ്രൊഡക്റ്റ് ആണോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കുറേയൊക്കെ അതെ, ശരിയാണ്. തൊട്ടില്ലെങ്കിലും ഗ്രോ ചെയ്യും. നമ്മൾ അധികം പോയി ബുദ്ധിമുട്ടിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉണ്ടാക്കില്ല. ഭയങ്കര ഐഡിയ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ പ്രശ്നമായേക്കാം. ആ ഒരു സ്റ്റേജിക്ക് എങ്ങനെയാണ് ഇതിനെ കൺവേർട്ട് ചെയ്തെടുത്ത്? കാരണം തൊടാണ്ടിരിക്കുക ആ ഒരു മോഡല്. ചില കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യുന്നതാണ് നല്ലത് പ്രൊഡക്റ്റിന്. ഓക്കെ, കുറേ ആഡ് ചെയ്യുന്നതിനേക്കാൾ റിമൂവ് ചെയ്യുന്നതാണ് നല്ലത് ചില കാര്യങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ ടീമിൻ്റെ മെയിൻ ഒരു പരിപാടി എന്ന് വെച്ചാൽ എന്തൊക്കെ നമുക്ക് ഒഴിവാക്കാം, എന്നാലും സിംപ്ലിഫൈ ആക്കാൻ പറ്റും. ഞാൻ ശരിക്കും പറയുക, ഞങ്ങൾ വേറെ ഫീച്ചർ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോൾ എനർജി ഇടുന്നത് എന്തൊക്കെ കുറച്ച് ഇത്ര സിമ്പിളാക്കാന്നുള്ളതാണ്. സിമ്പിളാക്കും തോറും ആൾക്കാർക്ക് എളുപ്പമാണ് ഉപയോഗിക്കാൻ. നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ ഉള്ളവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചേർക്കാനുള്ള ഫീച്ചേഴ്സ് നമ്മൾ ആലോചിക്കാത്ത കാരണം വെച്ചാൽ ഇന്ന് വരുന്ന ഒരാൾക്ക് അത് ഭയങ്കര ഓവർവെൽമിങ് ആയിരിക്കില്ലേ, അവർക്ക് സിമ്പിളല്ലേ വേണ്ടത്. അപ്പോൾ ആലോചിക്കണം, നമ്മൾ കുറേ ഗ്രോ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഇന്നുള്ള ഓഡിയൻസ് 10-20% മാത്രമായിരിക്കും 5 വർഷത്തിൽ. റൈറ്റ്, ഇന്നത്തെ ഓഡിയൻസ് വുഡ് ബി ലൈക്ക് 10% ഓഫ് അവർ ഓഡിയൻസ് ഇൻ ലൈക്ക് 5 years. എല്ലാം പുതിയ യൂസേഴ്സ് ആവുമല്ലോ, അപ്പോൾ മാറൂലേ, ഇവോൾവ് ചെയ്യില്ലേ, ഗ്രോ ചെയ്യില്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആൾക്കാരെല്ലാം ആലോചിക്കേണ്ട, ഇനി വരാൻ പോകുന്ന ആൾക്കാരും കൂടെ നമ്മളൊരു അനുകമ്പയോട് കാണിച്ചിട്ട് സംഭവം എളുപ്പമാക്കി കൊടുക്കണം. അപ്പോൾ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ പുതിയ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും. അപ്പം എല്ലാം സിംപ്ലിഫൈ ചെയ്യാനുള്ളൊരു കോൺസെൻട്രേറ്റഡ് എഫേർട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഈ AI സമയത്ത് യൂഷ്വലി ആൾക്കാർ ഓവർ ബിൽഡ് ചെയ്യാനും ഓവർ ഡിസൈൻ ചെയ്യാനുള്ള ടെൻഡൻസീസ് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. സോ വാട്ട് ഇസ് തോട്ട്സ് ഓൺ ദാറ്റ്? കാരണം ഇപ്പോൾ നമുക്കൊരു പ്രോംപ്റ്റിൽ ഒരു ഫീച്ചറും സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുമല്ലോ. സോ അതിനേക്കാളും വി ഹാവ് ടു മേ ബി ടേക്ക് എ 2 steps ബാക്ക് ആൻഡ് മേ ബി ഫിഗർ ഔട്ട് ഓക്കെ വെദർ ഇറ്റ്സ് ആക്ച്വലി റിക്വയർഡ് ഫോർ ദ കസ്റ്റമർ. ഉറപ്പായിട്ടും അല്ലെങ്കിൽ വേറൊരു ഇതിൽ കാണാം, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് ഫെയിലായാൽ മൂവ് ഓൺ ചെയ്യാനുള്ളൊരു സൗകര്യം ഇപ്പോൾ ഉണ്ടെന്നുള്ള ആലോചിക്കാം. കാര്യം ബിൽഡിങ് എളുപ്പമായി, ഇപ്പോൾ ഗ്രോ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ മാർക്കറ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നത് ഒരു യുണീക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അത് മാത്രം നമുക്ക് AI കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങോട്ട് എനർജി ഇടാനുള്ള കൂടുതൽ സമയം കിട്ടിയില്ല നമുക്ക്, ബിൽഡിങ് ഈസിയർ ആയത് വഴി. എന്തൊക്കെ രീതിയിലാണ് മാർക്കറ്റിംഗ് പറഞ്ഞ സ്ഥിതിക്ക് വാട്ട് ഡസ് ദ ചേഞ്ചസ്? ഇപ്പോൾ നമുക്ക് വോയിസ് നോട്ട്സിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് എനി ഡിസ്ട്രിബ്യൂഷൻ ഹാക്സ് ഓർ ചേഞ്ചസ് ഇൻ ബൈ മീ കോഫി? ഹാക്കുകളൊന്നും ഇപ്പോൾ ചെയ്യാറില്ല. എൻ്റെ ദ തിങ് ഈസ്, ഓരോ പ്രൊഡക്റ്റിനും ഓരോ രീതിയിലാണ് മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ ബൈ മീ കോഫിക്ക് വർക്ക് ചെയ്ത പോലെ ആയിരുന്നില്ല വോയിസ് നോട്ട്സിന് വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് അനുയോജ്യമായൊരു സംഭവം കണ്ടുപിടിക്കാൻ കുറേ ചാനൽ ട്രൈ ചെയ്യണം. മിക്കവാറും 1-2 ചാനൽ ശരിയാവും, അതിൽ കൂടുതലൊന്നും ഒരിക്കലും ശരിയാവില്ല. ശരിയാവുന്ന കാര്യങ്ങൾ പിന്നെയും ഡബിൾ ഡൗൺ ചെയ്യുക. അങ്ങനെ ഒരു കാര്യം നോക്കാന്ന് വെച്ചാൽ ഗ്രോത്ത് നല്ല ഗ്രോത്ത് ആണെന്ന് നോക്കണം. മറ്റേ മോശം ഗ്രോത്തും ഉണ്ട്. മോശം ഗ്രോത്ത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 10 രൂപ മുടക്കിയിട്ട് 5 രൂപ ഉണ്ടാക്കാം. എൻ്റെ വലിയ നമ്പർ ആലോചിക്കുക, നമുക്ക് 1 billion ആഡ് സ്പെൻഡ് ചെയ്തിട്ട് 500K റിട്ടേൺ ഉണ്ടാക്കാം, എന്നിട്ട് പറയാം 500K റവന്യൂ ഉണ്ടെന്ന് പറയാം. പക്ഷേ അത് മോശം ഗ്രോത്ത്, അത് സസ്റ്റൈനബിൾ അല്ല. കാശ് പോകും, ഈ കാശ് എവിടെയെങ്കിലും വരണമല്ലോ, ഒന്നെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എടുത്ത് വരണം, അല്ല ഈ റൈറ്റ്. അപ്പോൾ അത് കുറേ കാണുന്നുണ്ട് നമ്മുടെ സ്പേസിലും എല്ലായിടത്തും. അപ്പം നല്ല ഗ്രോത്ത് ആണെന്ന് നോക്കണം. ഇപ്പോൾ വോയിസ് നോട്ട്സിലൊക്കെ ഞങ്ങൾ മെറ്റ ആഡ്സ് നല്ലപോലെ ഇടയ്ക്ക് ചെയ്തായിരുന്നു. പക്ഷേ അതിനകത്ത് ROIയും അതിനകത്ത് ക്വാളിറ്റി ഓഫ് യൂസേഴ്സും കുറച്ച് കുറഞ്ഞു കണ്ടപ്പം ഞങ്ങൾ മൊത്തം നിർത്തി. ഇപ്പോൾ മൊത്തം നിർത്തി, സ്വിച്ച് ഇട്ട പോലെ ഓഫാക്കി. ഞങ്ങളുടെ ഒരു സമയത്ത് ആഡ് സ്പെൻഡ് പെർ മന്ത് 100K മുകളിൽ പോയിട്ടായിരുന്നു. സോറി, വേ മോർ ദാൻ ദാറ്റ്. 100K സ്റ്റാർട്ട് ചെയ്തു, 300K വരെ പെർ മന്ത് സ്പെൻഡ് പോയിട്ടായിരുന്നു.
അത് നിർത്തിയപ്പോൾ ഞങ്ങൾക്കൊരു ഷോക്കാണ്, ടീമിന് ഷോക്കാണ്. ഇതൊക്കെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന 2 പേരുണ്ടായിരുന്നു, മെറ്റ ആഡ്സ് മാത്രം. അപ്പോൾ അവർ വേറെ പണി നോക്കേണ്ടി വന്നു ഞങ്ങൾ. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ള പോലെ ആയി. കാര്യം ഇത്ര ചെയ്തുകൊണ്ട് 1 വർഷത്തോളം നല്ലപോലെ ആഡ് സ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഞങ്ങൾ നിർത്തിയപ്പം, കാര്യം വർക്ക് ചെയ്യുന്നില്ലാണ്ട് നിർത്തിയപ്പം വേറെ കാര്യം നോക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ നിങ്ങളുടെ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, വോയിസ് നോട്ട്സും ബൈ മീ കോഫി ആണെങ്കിൽ ആ ഒരു വേർഡ് ഓഫ് മൗത്ത് കൂടുതൽ വരാൻ ചാൻസസ് ഉള്ള ഒരു കീവേഡ്സ് ഡൊമൈൻ. ഐ റിമെമ്പർ ഡൊമൈനിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്ത വൺ ഓഫ് ദ പീപ്പിൾ ആണ് KPH ഗ്രൂപ്പിൽ. എത്ര ഡൊമൈൻസ് ആക്ച്വലി ഉണ്ട് മേടിച്ചിട്ടുണ്ട്? എങ്ങനെ ഇനി എന്തെങ്കിലും ഡൊമൈൻസ് ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്? കണക്കെടുത്ത് ഭയങ്കര വിഷമാവൂലേ, മിക്കത് ഉപയോഗിക്കുന്നില്ലല്ലോ. ഉപയോഗിക്കാത്ത കുറേ ഉണ്ട്. ഇപ്പോൾ ഉപയോഗിക്കാത്ത പറയണോ? പറഞ്ഞോളൂ, പുതിയ ഓഡിയൻസ് കേൾക്കട്ടെ. spons.com, സ്പോൺസ്, SPONS, സ്പോൺസർഷിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് ഷോർട്ട് നെയിം അല്ലേ. അപ്പം ക്രിയേറ്റർ സ്പോൺസർഷിപ്പോ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇതുവഴി ഫെസിലിറ്റേറ്റ് ചെയ്യാം. ബൈ മീ കോഫിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ വേറൊരു വരുമാന മാർഗ്ഗമാണല്ലോ ക്രിയേറ്റേഴ്സിൻ്റെ ഈ സ്പോൺസർഷിപ്പ് എടുക്കുക എന്നുള്ളത്. ഫെലിക്സ് ഒക്കെ ചെയ്യാറില്ലേ, അതുപോലെ അത് അതിൻ്റെ ഡീൽ മേക്കിംഗ്, അതിൻ്റെ പേയ്മെൻറ്റ് ടേംസ് കാര്യങ്ങൾ, ഇതൊക്കെ അല്ല അതിന് മാർക്കറ്റ് പ്ലേസ് ഫെലിക്സിനെ ഫൈറ്റ് ചെയ്ത് പേ ചെയ്യാനുള്ള ഇതൊക്കെ ചെയ്യാമെന്ന് വെച്ച് തുടങ്ങി. പിന്നെ ഒരു മൂഡ് വന്നില്ല, ആവശ്യത്തിലധികം പണിയുണ്ടല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അത് സൈഡാക്കി. പക്ഷെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡൊമൈൻ ഫ്രീ ആയി കൊടുക്കും. ക്രിയേറ്റ് നല്ലപോലെ ഒരു ചെയ്യാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ദയവ് ഇത് എന്നെ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ, ഞാൻ ഫ്രീ ആയിട്ട് ആ ഡൊമൈൻ തരാം. എനിക്കത് ആ ഡൊമൈന് $10,000 മുകളിൽ ചിലവായിട്ടുണ്ട്. അതേപോലെ howtotake.notes.com എന്നുള്ള ഡൊമൈൻ വാങ്ങിച്ചു വെച്ചു. ഈ അടുത്ത് ഈ നോട്ട് ടേക്കിംഗ് ഒക്കെ ഇഷ്ടമാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു നോട്ട് എഴുതുന്ന എങ്ങനെയാണെന്നൊരു പുസ്തകം എഴുതിയാലോ എന്നൊക്കെ ഒരു തോട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നുന്നില്ല ആ കാര്യത്തിൽ. അപ്പം ഏതായാലും ഡൊമൈൻ വാങ്ങിച്ചു, അതിനൊരു $3,000-4,000 ആയിരുന്നു. പിന്നെ അങ്ങനെ കുറേ co-creator.com എന്നൊരു ഡൊമൈൻ ഉണ്ട്. കോപ്പൈലറ്റ് എന്നൊക്കെ പറയുന്ന പോലെ എയുടെ ഒരു ടൂളിനൊക്കെ പറ്റിയ പേരാണ് co-creator, നമ്മുടെ ഒരു co-creator. പിന്നെ ക്രിയേറ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വാക്കുമല്ലേ, അപ്പോൾ അതെടുത്ത് വെച്ചു. അങ്ങനെ ഓർത്താൽ കുറേ കിട്ടും. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, അത് തന്നെയാണോ? അതെ, പ്രീവിയസ് പോഡ്കാസ്റ്റ് കാണാം അതെന്താണെന്ന് അറിയണമെങ്കിൽ. ഓക്കെ, അപ്പോൾ കമ്മിങ് ടു വോയിസ് നോട്ട്സ് നിങ്ങൾ ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് ബിൽഡ് ചെയ്യാണ്, ബൈ മീ കോഫി നിങ്ങൾ ഫണ്ട് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ രണ്ടിലൊരു കമ്പാരിസൺ കോൺട്രാസ്റ്റ് ഒന്നും പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അല്ല, ഇപ്പോൾ കോൺട്രാസ്റ്റ് ഇല്ല. കാര്യം ബൈ മീ കോഫി കഴിഞ്ഞ 4 വർഷമായിട്ട് പിന്നെ പുറത്ത് കാശ് എടുത്തിട്ടില്ല. കഴിഞ്ഞ ഫണ്ട് റേസിംഗ് റൗണ്ട് 2022 ബിഗിനിങ് അല്ല 2021 ലാസ്റ്റിലായിരുന്നു. നമ്മുടെ തന്നെ ഇൻവെസ്റ്ററായ അൻകൂർ നാഗ്പാൽ 40 million വാല്യുവേഷനിൽ, അതാണ് ഈ പേപ്പറിൽ വരുന്ന 400 കോടിയുടെ കമ്പനി എന്ന് പറയുന്നത്. അത് 4 വർഷം മുമ്പത്തെ വാല്യുവേഷനാണ്. ഇപ്പോൾ അത് കൂടിയോ കുറഞ്ഞൊന്ന് പറയാൻ എനിക്കറിയില്ല. കാര്യം ഫണ്ട് റേസ് ചെയ്യുമ്പോഴല്ലേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പ്ലാനും ഞങ്ങൾക്കില്ല, എക്സിറ്റ് പ്ലാനും ഇല്ല. അപ്പോൾ പിന്നെ വാല്യുവേഷൻ അത്ര മീനിങ്ലെസ് ആണ്. പക്ഷേ അതിനുശേഷം നാളെ വന്ന് എലൻ മസ്ക് ഒരു $1 billion തരാണെങ്കിൽ സ്പോട്ടിൽ കൊടുക്കും. പക്ഷെ തരില്ലല്ലോ, ടിപ്പിംഗ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ, വെദർ മേ ബി ഒരു ഫിറ്റ് ആയിരിക്കാം. എലോൺ മസ്കിന് അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉള്ള ഒരാളല്ലേ, അത് ചെയ്യില്ല. ഓക്കെ, അല്ല പക്ഷേ എനിക്ക് തോന്നുന്നത് കൊടുക്കാനൊരു ആഗ്രഹമില്ല ഞങ്ങൾക്കാർക്ക്. ഞങ്ങളത് പതുക്കെ ഉണ്ടാക്കിയെടുത്തൊരു ചിന്താഗതി അത്. ഞങ്ങളെപ്പോഴും അങ്ങനെയല്ല ചിന്തിച്ചിരുന്നത്. ഈ YC-യിലൊക്കെ പോകുമ്പോൾ നമ്മൾ വലിയൊരു കമ്പനിയാക്കി എക്സിറ്റ് ചെയ്യുമല്ലോ, IPO ചെയ്യുന്നതായിരുന്നല്ലോ വിചാരിച്ചിരുന്നത്. പ്രോഫിറ്റബിൾ ആവണം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബൈ മീ കോഫി ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെയുള്ള ചിന്താഗതി പിന്നീട് വന്നതാണ്. കഴിഞ്ഞൊരു 3-4 വർഷങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ചിന്താഗതിയാണ്. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഇടക്കാലത്ത് കുറച്ച് റിസ്ക്കുകളൊക്കെ കൂടിയപ്പോൾ, അതായത് ഈ യുക്രൈൻ വാറിൻ്റെ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. ഞാൻ ഫെലിക്സിനടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, യുക്രൈൻ വാറിൻ്റെ സമയത്ത് യുക്രൈൻ ഇങ്ങനെ പിടിച്ചടക്കും തോറും നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാതായി, സാങ്ഷൻ്റെ രാജ്യങ്ങളായി മാറുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഫൈനൊക്കെ കിട്ടും. അതൊക്കെ കുറച്ച് സ്ട്രെസ്ഫുൾ ആയ സമയമായപ്പോൾ ബൈ മീ കോഫി കുറച്ചെനിക്ക് മടുത്തായിരുന്നു പേഴ്സണലി. പിന്നെ അതെ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മൊത്തം ഈ റിസ്ക് കാര്യങ്ങളല്ലേ, അത് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അത് വലിയ വിവാദം. ഞാൻ 2-3 പ്രാവശ്യം ചെറുതായി നിർത്താൻ നോക്കി യുക്രൈനിൽ മൊത്തത്തിൽ. കാര്യം യുക്രൈൻ നല്ലൊരു രാജ്യം, അവിടുത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. പക്ഷേ വേറെ ആരും ചെയ്യുന്നില്ല, കാര്യം ഇത്ര റിസ്ക് ഉണ്ട് അവിടെ. നിർത്താൻ നോക്കിയപ്പോഴൊക്കെ ഭയങ്കര ബാക്ക്ലാഷ് കിട്ടി. അപ്പോൾ ഞങ്ങൾ പേടിച്ചു, അപ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ക്രിയേറ്റർമാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് കുറേ ഓഡിയൻസ് ഉള്ളതുകൊണ്ട് എന്ത് നമ്മൾ ചെയ്താലും 4 ആൾ അറിയും. 1000-10,000 ഒക്കെ ലൈക്കുള്ള കുറേ ട്വീറ്റും ഇത് കേട്ടിട്ട് രാവിലെ എണീക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കിയ, ഒരു പ്രശ്നം ഉണ്ടാക്കിയ, ഒരു ബഗ്ഗോ പേയ്മെൻറ്റിലെ നമ്മുടെ റിവ്യൂസ് നോക്കിയാൽ കുറേ ആൾക്കാർ ഇപ്പോൾ ഗംറോഡിൻ്റെ പേരിട്ടുണ്ട് റിവ്യൂസൊക്കെ 1 star കാണുന്നത്. കാരണം എന്താ പറയുക, ഈ പ്രശ്നമുള്ളവരെ പോയി റിവ്യൂ ഇടുള്ളൂ. നല്ലത് പറയാൻ ആരും പോയി സമയം എടുത്ത് പോയി റിവ്യൂ ഇടില്ലല്ലോ. എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴാണ് റിവ്യൂ ഇടുക. സ്ട്രൈപ്പിൻ്റെ വരെ 1 star ഒക്കെയാണ് ട്രസ്റ്റ്പൈലർ റേറ്റിംഗ്. അപ്പോൾ അതുകൊണ്ട് അത് റിഫ്ലക്ഷൻ ഓഫ് ദ കമ്പനിയല്ല, കാര്യം പ്രശ്നമുള്ളപ്പോഴേ ആൾക്കാർ എന്തെങ്കിലും പറയുള്ളൂ. അപ്പോൾ അത് കുറച്ചൊരു മൂഡ് കളയും. നമ്മുടെ ഒരു ദിവസത്തിലെ ഒരു സമാധാനമായിട്ട് ചെയ്യുന്ന കുറച്ച് കുറയും. അപ്പോൾ ഞങ്ങൾ കുറച്ച് റിസ്ക് കുറയ്ക്കുന്നതിൻ്റെ ഭാഗം യുക്രൈൻ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. രാജ്യം കുറച്ച് ബാക്ക്ലാഷായി, പക്ഷേ ഞങ്ങൾ സഹിച്ചു. അതേപോലെ കുറച്ച് കാര്യങ്ങൾ പോളിസിയൊക്കെ ഒന്ന് സ്ട്രേറ്റ് ഫോർവേഡ് ആക്കി. ഫ്രീ സ്പീച്ച് അലവ് ചെയ്യുന്ന നമ്മുടെ
രാജ്യത്താണ് ഞങ്ങളുടെ കമ്പനി ഇരിക്കുന്നത്, US-ൽ. അപ്പോൾ ആരെങ്കിലും ചെറുതായിട്ടൊരു വ്യത്യസ്തമായൊരു അഭിപ്രായം പറഞ്ഞു എന്ന് വെച്ചാൽ ബാൻ ചെയ്യണ്ടെന്നുള്ള തീരുമാനം എടുത്തു. ഓ. അത് ഞങ്ങൾ വിയോജിക്കുന്ന കാര്യമാണെങ്കിലും. പണ്ട് നമ്മൾ ട്രംപ് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നമ്മൾ ഭയങ്കര ദേഷ്യമല്ലായിരുന്നു. ഇവർ ശരിക്കും ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതി ഭയങ്കര ആ ഒരു ഇതായിരുന്നു. ഇപ്പോൾ ട്രംപ് പ്രസിഡന്റ് ആയില്ലേ, ലൈക്ക് അമേരിക്കയുടെ പകുതി കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്ത് ട്രംപിനല്ലേ. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ ആക്സെപ്റ്റ് ചെയ്യപ്പെടാത്ത ചിന്താഗതി നാളത്തെ നോർമൽ ആവേക്കാം. അപ്പോൾ അക്കാര്യത്തിൽ ഞങ്ങളൊരു പോളിസി വെച്ചു. ഇതെല്ലാം കൂടെ അപ്പോൾ ഇപ്പോൾ കുറച്ച് സമാധാനവും സന്തോഷമൊക്കെ ആയി കുറച്ചുകൂടെ ഒന്ന് ബൈ മീ കോഫി എൻജോയബിളായി വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി വിൽക്കണ ഒരു പരിപാടി ആലോചിക്കേണ്ട ഒരു ആവശ്യം ഇപ്പം ഇല്ല. നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. നാളെ വന്നിട്ട് ബൈ മീ കോഫി ഉണ്ടാവുമോ എന്നോട് അറിയില്ല. പക്ഷേ ഇപ്പം ഏതായാലും ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, നമുക്ക് വോയിസ് നോട്ടിലേക്ക് കിടക്കാം. വോയിസ് നോട്ട്സ് അന്ന് നമ്മൾ ഈ സമയത്തൊരു സൈഡ് പ്രൊജക്റ്റ് ആയി തുടങ്ങിയ സംഭവമാണ്. ഇപ്പം ഐ തിങ്ക് മേക്സ് റിയലി ഗുഡ് റീസണബിൾ റവന്യൂ എന്നാണ് എൻ്റെ ചാത്തന്മാർ പറഞ്ഞു തന്നത്. അപ്പോൾ സോ ഹൗ ഇസ് ദാറ്റ് ഗോയിങ് ഇൻ ടേംസ് ഓഫ് റവന്യൂ ആൻഡ് ഗ്രോത്ത്? ഇറ്റ്സ് ഗോയിങ് റിയലി വെൽ, താങ്ക്ഫുള്ളി. ഇതിൽ ആക്ച്വലി വോയിസ് നോട്ട്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു വലിയ പാർട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. ലൈഫ് ടൈം ഡീലാണോ? അല്ല, ഞാൻ ആദ്യമായിട്ട് വോയിസ് നോട്ട്സിൻ്റെ കാര്യം പറഞ്ഞത് ഫെലിക്സ് നടത്തിയൊരു ഇവൻറ്റിലായിരുന്നു, ഒരു ഇൻ പേഴ്സൺ ഇവൻറ്റിലായിരുന്നു. ഞാൻ ഞങ്ങളുടെ മിസ്കാരേജ് നടന്ന സ്റ്റോറിയും ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് സൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ചിലപ്പോൾ ഷെയർ ചെയ്യില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ പേര് ഭയങ്കര സന്തോഷത്തോടെ എന്നെ കോൺടാക്ട് ചെയ്തു. ഫെലിക്സ് ആണെങ്കിലും പറഞ്ഞു എനിക്ക് ഉപയോഗിക്കണം. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മൾ ചെറുതായി കാണിച്ചു തോന്നുന്നു അല്ലേ വോയിസ് നോട്ട്സ്. ലൈഫ് ടൈം വന്നപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു ലൈഫ് ടൈം ആയിട്ട്. അപ്പോൾ ഓടിപ്പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ലൈഫ് ടൈമിന് മുമ്പ് ഞാൻ ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊന്ന് സോൾഡ് ആയി. കമ്മ്യൂണിറ്റിയിലെ കുറേ ആൾക്കാർ ഭയങ്കര അതുകൊണ്ടാണ് ഞങ്ങൾ ഇറക്കിയത്. കാരണം അപ്പോൾ പ്രൊഡക്റ്റ് ഇല്ലായിരുന്നല്ലോ, ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണ്. ഞങ്ങൾ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ പോയപ്പോൾ, അതായത് എൻ്റെ അലീഷയുടെ മിസ്കാരേജ് ആദ്യമായിട്ട് മിസ്കാരേജ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു പ്രത്യേക ഒരു പ്രതിഭാസമാണ് ഞങ്ങളതിനെ വിചാരിച്ചത്. പക്ഷെ അത് ഭയങ്കര കോമൺ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങളതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം തീരുമാനിച്ചു. ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഞങ്ങൾ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് വി മേഡ് ഇറ്റ് എ പോയിന്റ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ചുമ്മാ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിന്ന് കാറൊന്നും എടുത്തൊരു വീഡിയോ ആണ്. ഫെലിക്സ് കണ്ടോ അറിയില്ല, അതെ, വോയിസ് നോട്ട്സ് ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞ് യൂട്യൂബിൽ കിടപ്പുണ്ടത്. അത് ട്വിറ്ററിൽ ഇറക്കിയപ്പോൾ പെട്ടെന്ന് ഹിറ്റായി. ഇപ്പോൾ 2 മില്യൺ വ്യൂസ് അങ്ങനെ ട്വിറ്ററിലുണ്ട്. കുറേ കാലം പിന്നായിരുന്നു. ഞാനും അലീഷയും കൂടി ഇരുന്ന് കാറിൽ നിന്ന് ഞങ്ങൾ പോയ ബുദ്ധിമുട്ടുകൾ, ആ സമയത്ത് അനുഭവിച്ച കാര്യം, പിന്നെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി എന്നുള്ള കാര്യം അലീഷയ്ക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് കേട്ടോ. കാര്യം വെറുതെ വീട്ടിൽ നമ്മൾ ഒരു സൾക്കിങ് ആയിരുന്നു, വിഷമത്തിലായിരുന്നു, ഞങ്ങൾ ആ ഗ്രീഫ് ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അതൊന്നൊരു ഡിസ്ട്രാക്ഷൻ ആയിക്കോട്ടെ അലീഷയ്ക്ക് എന്ന് വിചാരിച്ച് ഞങ്ങൾ തുടങ്ങിയാണ് ഈ പ്രൊജക്റ്റ്. അലീഷയ്ക്കാണ് എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ നിർത്താണ്ട് കോഡിങ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കോഡ് ചെയ്തുകൊണ്ടിരിക്കും. ആളൊരു എഞ്ചിനീയർ ആണല്ലോ, ഷീ ഗെറ്റ്സ് ദാറ്റ് ഫ്ലോ. എനിക്കല്ല കേട്ടോ, എനിക്ക് കോഡിങ് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. അപ്പോൾ ആദ്യം ഫസ്റ്റ് വേർഷൻ ഉണ്ടാക്കി സാധനം ഇറക്കി, വീഡിയോ ഇറക്കിയപ്പോൾ കുറേ പേർക്ക് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ലൈഫ് ടൈം ഡീലാക്കിയിട്ട് അത് കുറച്ച് പേർക്ക് കൊടുത്തു. കാര്യം കാശ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പ്രൊജക്റ്റ് അല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചെറിയ പ്രൈസിന് എല്ലാവർക്കും കൊടുക്കാം. ഫ്രീ ആക്കിയപ്പോൾ ഞങ്ങൾക്ക് പണിയാണ്. കാര്യം സ്പാമും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കോസ്റ്റ് എത്രയാണ് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ ഇവഞ്ച്വലി ആണല്ലോ ഇതൊക്കെ മോഡൽ ബെറ്റർ ആയി കൊണ്ടപ്പോൾ കോസ്റ്റ് അറിഞ്ഞിരുന്നത് നമ്മൾ അത് കൂടെ കൊടുക്കില്ലായിരുന്നു, ലൈഫ് ടൈം കൂടെ കൊടുക്കില്ലായിരുന്നു. കാര്യം ഇപ്പോൾ ലൈഫ് ടൈം എടുത്ത ആൾക്കാരല്ലേ, ഫെലിക്സിനെ പോലത്തെ ആൾക്കാർ, അതൊക്കെ നമുക്ക് നഷ്ടമാണ്. ഇവരിരുന്ന് മീറ്റിംഗ് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് നമുക്ക് 1 മണിക്കൂറിന് $1 എങ്ങാണ്ട ചിലവ്, ഭയങ്കര ചിലവാണ് അത്. ഏതായാലും ആ ഫ്യൂച്ചറുകൾ ഇപ്പോൾ കൊടുക്കുന്ന എല്ലാ ഫ്യൂച്ചറും ഇവർക്കും കൊടുക്കുന്നുണ്ട്, ലൈഫ് ടൈം ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്. അപ്പം ബാക്കി പിന്നെ വന്ന ആൾക്കാരുടെ കാശ് കൊണ്ടാണ് നമ്മൾ ഇവരെ. പക്ഷേ ഞാനും പിന്നെ വന്നപ്പോൾ മറ്റേ ടീംസ് പ്ലാനൊക്കെ എടുത്തിട്ടുണ്ട്. എടുത്തോ? ഓ, $49 ഞാൻ പേ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ ടീംസ് പ്ലാനൊക്കെ എടുത്ത് B2B ഇപ്പോൾ ഈ ആഴ്ച ഒരു 1000 മെമ്പർ ടീമിനൊക്കെ ഓൺബോർഡ് ചെയ്യുന്നുണ്ട്. ഞാനെല്ലാം ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നമ്പറും പറയാം. കഴിഞ്ഞ വർഷമാണത് 0 to 3.5 മില്യൺ ARR പോയത്. അത് അതെ, റവന്യൂ കാറ്റിലെ $3 million എന്ന് പറയുമ്പോൾ 3 into 100 അല്ലേ? ഞാനതിൻ്റെ അപ്പോൾ ക്ലോസ് ടു 300 കോടി അല്ലേ? 300 അല്ലോ, ഇല്ല 35 ഒക്കെ ആയിരിക്കാം. ഇയർലി റവന്യൂ 95 100 ആലോചിച്ചാൽ മതി റഫ്ലി. ഞാൻ ഇതിൻ്റെ ഒരു സാധനം കാണിച്ചില്ലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, സ്ക്രീൻഷോട്ട് ആപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ. പക്ഷെ അത് ലോഡ് ചെയ്യുന്നില്ല. ഇവിടുത്തെ ഇൻ്റർനെറ്റ് കുറച്ച് സ്കെച്ച് ചെയ്യണം തോന്നുന്നു. എനിവേ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓൾറൈറ്റ്, അപ്പോൾ അത് സംഭവിച്ചു. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു പ്രൊജക്റ്റ് അല്ല, ഇപ്പോഴും അല്ല. ഞാൻ അത്ര ഉപയോഗിക്കാറില്ല. ഞാൻ ജിജോനെ പറ്റി എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ളത് റോം നോട്ട്സ്, നോട്ട് ടേക്കർ. ഒബ്സിഡിയൻ ഇല്ല, ഞാൻ റോം ഉപയോഗിക്കാറുള്ളൂ. അതെ, റോം ടേക്ക്. പിന്നെ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള വോയിസ് നോട്ട്സ് ഇപ്പോൾ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞാൽ വോയിസ് നോട്ട്സ് ഉപയോഗിക്കാറില്ല, ഞാൻ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. ഞാൻ റോം റിസർച്ച് തന്നെ ഉപയോഗിക്കാറ്. എനിക്ക് എഴുത്താൽ കൂടുതൽ ഇഷ്ടം. വോയിസ് റെക്കോർഡിങ് എനിക്ക് ചില സമയത്തൊക്കെ ഒരു മൂഡ് വരുമ്പോൾ ഒക്കെ ചെയ്യും. ഇപ്പോൾ സമയമില്ലെങ്കിൽ ഒരു ലോങ് ട്രാവലിലൊക്കെ ആണെങ്കിൽ ഞാൻ
എൻ്റെ ഒരു ബ്രെയിൻ ഡംപ് പോലെ ഉപയോഗിക്കും. പിന്നെ ചില മീറ്റിങ്ങുകളിൽ ഞാൻ ഓണാക്കിയിടും. പക്ഷേ മീറ്റിംഗ് എടുക്കുന്നതിന് കുറവാണ്. എനിക്ക് മീറ്റിംഗ് ഇഷ്ടമല്ല ജനറലി. അപ്പോൾ ഞാൻ അത് മീറ്റിംഗ് എടുക്കാത്തതുകൊണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ അത്ര ആവശ്യമില്ല. മീറ്റിംഗ് എടുക്കുന്നവർക്കാണ് ഏറ്റവും വോയിസ് നോട്ട്സ് വേണ്ടത്. കാര്യം അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ പറയുന്ന എല്ലാം കിട്ടും. പിന്നെ സമ്മറി ആയിട്ട് വരും, ചോദ്യങ്ങൾ ചോദിക്കാം. ഒരാളൊരു മീറ്റിംഗിൽ ഇരുന്ന 90% കാര്യങ്ങൾ മറന്നു പോകും. ഈ സംഭവം അങ്ങനെ ഓണാക്കിയിട്ട് വോയിസ് നോട്ട്സ് അങ്ങനെ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ 100% ക്യാപ്ചർ ചെയ്യും, എല്ലാ ഭാഷയിലും ക്യാപ്ചർ ചെയ്യും, ചോദ്യങ്ങൾ ചോദിക്കാം. അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ അധികം മീറ്റിംഗ് എടുക്കാത്തതുകൊണ്ട് എനിക്കിത് വലിയ ഉപകാരമില്ല. 0 to 3 million ആ ഗ്രോത്തിലുള്ള ജേർണി എങ്ങനെയാണ്? ഹൗ ഡിഡ് യു ക്രാക്ക് ദ ഡിസ്ട്രിബ്യൂഷൻ? ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു $500,000 റവന്യൂ ലൈഫ് ടൈം ഇട്ട് തന്നെ കിട്ടിയായിരുന്നു. $500,000. യെസ്. അതിനുശേഷം iOS ആപ്പായിരുന്നു ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നുണ്ട്. ഞങ്ങളെല്ലാം ഇറക്കി നോക്കി. ആപ്പിൾ വാച്ചിന് ഇറക്കി, ആൻഡ്രോയിഡ് ഇറക്കി, വിൻഡോസ് ഇറക്കി, മാക് ഇറക്കി, വെബിലുണ്ടായിരുന്നു. ഇതൊക്കെ സ്കെയിൽ ചെയ്യാൻ നോക്കി. പക്ഷേ iOSൽ മാത്രം ആൾക്കാർ കൂടുതൽ പേ ചെയ്യാനുള്ള വില്ലിങ്നെസ് കാണിക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ iOS ആപ്പ് ഉണ്ടാക്കുന്ന ഒരു എഫേർട്ട് തന്നെയായി. ടീം മൊത്തം iOS ആപ്പിൻ്റെ ഫോക്കസ്ഡായി, എല്ലാ ഓൺ ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ മെറ്റ ആഡ്സ് വെച്ച് ക്രിയേറ്റീവായിട്ടുള്ള ക്രിയേറ്റീവ്സ് ഒക്കെ വെച്ച് അതിനൊരു ടീം ഉണ്ടായിരുന്നു. ക്രിയേറ്റീവ് ഉണ്ടാക്കാനൊരു ടീം, പുറത്തുള്ള ടീം. അതേപോലെ തന്നെ നമ്മുടെ കാനഡയിലുള്ള ഒരാളാണ് ഗ്രോത്ത് മെറ്റ ആഡ്സ് ലീഡ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം അത് എക്സ്പെർട്ടായിരുന്നു. ആളത് തകർത്തു. അതേപോലെ നമ്മുടെ ടീമിൽ ഒരാൾ കൂടെ അതിനകത്ത് ജോയിൻ ചെയ്തു. പിന്നെ ഞങ്ങളൊക്കെ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അത് വെച്ച് സ്കെയിൽ ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ റിറ്റൻഷൻ കുറച്ച് മോശമായതുകൊണ്ടും ചേൺ റേറ്റ് ഹൈ ആയതുകൊണ്ടും മെറ്റ ആഡ്സ് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇപ്പോൾ ഒരു നല്ല മാർജിനിൽ പോകുന്നുണ്ട്. ഈ ആഡ് റൺ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മാർജിൻ കുറയും. ഇപ്പോൾ പേരിന് നമ്പർ കൂട്ടാം. ഈ റവന്യൂ തന്നെ ഒരിടയ്ക്ക് 5 മില്യൺ ARR വരെ പോയായിരുന്നു, ഹിറ്റ് ചെയ്തായിരുന്നു. പിന്നെ കുറച്ച് കുറഞ്ഞതാണ്. ഇപ്പം 4 തൊട്ട് താഴേക്ക് വന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ബാഡ് യൂസേഴ്സ് അങ്ങ് പോയപ്പം. കാര്യം ആഡ് ചെയ്യുമ്പം എല്ലാ തരത്തിലുള്ള ആൾക്കാരിലേക്ക് അട്രാക്ട് ചെയ്യും. ഇപ്പോൾ ആ ക്വിക്ക് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറിയിലേക്ക് പോകുന്നതായി കണ്ടു. പൂർണ്ണമായി നിർത്തി. വേണമെങ്കിൽ അത് കുറച്ച് ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്ത് കുറച്ച് ലാഭമൊക്കെ ആയിട്ട് ചെയ്യാം. പക്ഷേ എനിക്കത് താല്പര്യമില്ല. എനിക്ക് ഹൈ മാർജിനായിട്ട് ചെയ്യുക, സിമ്പിളായിട്ട് ചെയ്യുക. പിന്നെ പേരിന് ചെയ്യുന്നവരുകളൊന്നും എനിക്ക് താല്പര്യമില്ല, നമ്പർ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ. അപ്പം B2B ഫോക്കസ് ചെയ്ത് തുടങ്ങി. B2B ആണ് ചേൺ റേറ്റ് ലെസ് ദാൻ 1%. ഇപ്പോഴും ഞാൻ ഷോക്ക്ഡാണ്. ഞങ്ങൾ 6-7 മാസമായിട്ട് ഇപ്പോൾ B2B ഫോക്കസ്ഡ് ആണ്. ചെറിയ റവന്യൂ ഉള്ളൂ, ലൈക്ക് 10K MRR ആണെന്ന് തോന്നുന്നത്. ഞങ്ങൾ അതെ $9 പെർ യൂസർ പെർ മന്ത് ആണ് പ്രൊഡക്റ്റ്. അപ്പോൾ 10K ആവണമെങ്കിൽ 1000 സീറ്റുകൾ ആക്റ്റീവ് ആണ് അല്ലേ? $49 അൺലിമിറ്റഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ എടുക്കാൻ കാരണം. അൺലിമിറ്റഡ് ടീം മെമ്പേഴ്സ് $49. റൈറ്റ്. അതൊക്കെ ഇപ്പോൾ ഇല്ല, അതൊക്കെ ഒഴിവാക്കി. പണ്ടുള്ളവർക്ക് ചിലപ്പോൾ ഉണ്ടാവായിരിക്കും കേട്ടോ, ടീം എന്താ ഡിസൈഡ് ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ $9 പെർ യൂസർ പെർ മന്ത് ആണ്. അങ്ങനത്തെ 1000 സീറ്റ് വിറ്റിട്ടാണ് 10,000 റഫ്ലി എത്തിയത് എനിക്ക് തോന്നുന്നത്, റഫ്ലി. അപ്പം അത് ഭയങ്കര ചേൺ റേറ്റ് കുറവാണ്. ടീം എടുക്കുമ്പോൾ അവർ നല്ല ഉപയോഗിക്കുന്നുണ്ട്, മീറ്റിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, ചേൺ റേറ്റ് കുറവാണ്. iOSൽ ഇപ്പം ക്യാഷ് ലീവ് എടുക്കുന്നവരായിരിക്കാം, അതുകൊണ്ട് ചേണൊക്കെ ഹൈ ആയിരുന്നു, സസ്റ്റൈനബിൾ അല്ലായിരുന്നു. അപ്പോൾ ഫോക്കസ് മൊത്തം അങ്ങോട്ടാക്കി. അതാണ് എൻ്റെ ലോങ് ബോറിംഗ് വേർഷൻ. നിങ്ങൾ വോയിസ് നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ മീറ്റിംഗ് നോട്ട് ടേക്കറിനുള്ള ഒരു ആംഗിലേക്ക് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ ഇല്ലല്ല, എല്ലാ കാലത്തും ഇപ്പം ഞാനും അലീഷയും മിസ്കാരേജിൻ്റെ സമയത്ത് ചെയ്തപ്പോൾ ഡോക്ടർമാരോടുള്ള മീറ്റിംഗ് ആണല്ലോ ഞങ്ങൾ എടുത്തത്. എല്ലാ കാലത്തും മീറ്റിങ്ങിന് വേണ്ടി തന്നെ. മീറ്റിങ്ങിൽ ആ ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ആവുന്ന കാര്യങ്ങൾ പിടിക്കാന്നുള്ളതായിരുന്നു. പേര് വോയിസ് നോട്ട്സ് എന്നുള്ള ക്യൂട്ട് പേരല്ലേ, ആൻഡ് എല്ലാം വോയിസ് നോട്ട്സ് അല്ലേ. നമ്മളിപ്പം വാട്സപ്പിൽ അയക്കുന്നതിനെ വോയിസ് നോട്ട്സ് നല്ല വിളിക്കുന്നവർ നല്ല പേരായതുകൊണ്ട് എടുത്തുന്നുള്ളൂ. എല്ലാ കാലത്തും മീറ്റിങ്ങിനാണത് നമ്പർ 1 ഫോക്കസ് ഉണ്ടായിരുന്നത്. ഒരു നോട്ട് ടേക്കിംഗ് ടൂൾ അല്ല സത്യം പറഞ്ഞാൽ. ഐ മീൻ ഈ ഒരു മാർക്കറ്റിൽ കുറേ പ്ലേയേഴ്സ് വന്നു. അത് കഴിഞ്ഞിട്ട് ട്വിൻ മൈൻഡ് ഉണ്ട്, വിസ്പർ ഫ്ലോ ഇപ്പോൾ അടുത്ത് റീസെൻ്റ്ലി അവർ പുതിയ ഫീച്ചറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ ഞങ്ങളുടെ കോമ്പറ്റീഷൻ എല്ലാം പേരെടുത്ത് പറയാനാണ് ഉദ്ദേശം അല്ലേ? അല്ല, ഞാൻ ഈ സ്പേസ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണ്. ഞാൻ ഭയങ്കര കുറേ ഉണ്ട്, കുറേ. ഞാൻ ബാക്കി ഞാൻ പറഞ്ഞത് ഓട്ടർ, റീഡേ, ഫാത്തം, വേറെ ഏതൊക്കെയാണ് കുറേ അല്ലറ ചില്ലറ പ്ലേയേഴ്സ്, വേറെ ഗോങ് എന്ന് പറഞ്ഞ വലിയൊരു എൻ്റർപ്രൈസ് ലെവൽ ഇതൊക്കെയുണ്ട്. ഇപ്പോൾ തട്ടി വിട്ട് നടക്കാൻ പറ്റില്ല. ഞങ്ങൾ അന്ന് ഇറക്കിയപ്പോൾ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്ന ഞങ്ങൾ ഉണ്ടാക്കില്ലായിരുന്നു. ശരിക്കും അന്ന് ഞാനും അലീഷയും ഈ സാധനം നോക്കി നടന്നപ്പോൾ വോയിസ് മെമ്മോയിൽ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ കേട്ട് വെക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ പറയുന്നുണ്ട്, ഇത് ChatGPT ഇറങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷമായി, ഇപ്പോഴും ആരത് പ്രോപ്പർ ട്രാൻസ്ക്രിപ്ഷൻ ടൂൾ വെച്ച് ചെയ്യുന്നില്ല. അന്ന് ഓട്ടർ ഉണ്ടായിരുന്നു, പക്ഷേ ഓട്ടർ അവരുടെ സ്വന്തമായി ഉണ്ടാക്കിയ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ അഭിമാനത്തോടെ ഒരു മോശം ട്രാൻസ്ക്രിപ്ഷൻ സർവീസ് ആയിരുന്നു, ഒരു പൊട്ട സാധനമായിരുന്നു അവരുടെ. അപ്പോൾ നമ്മൾ കട്ടിങ് എഡ്ജ് AI ട്രാൻസ്ക്രിപ്ഷൻ ടൂൾ വെച്ച വിസ്പർ ആയിരുന്നു. അതുകൊണ്ട് ഇറക്കിയപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടൽ ഓർമ്മയുണ്ടായിരുന്നു. ഫെലിക്സിന് ഓർമ്മയുണ്ടോ? അന്നൊരു ദിസ് ഇസ് ക്രേസി എന്നായിരുന്നു എല്ലാവരുടെ ഒരു റിയാക്ഷൻ. ഇപ്പം അങ്ങനെ ഉണ്ടാകാൻ പറ്റില്ല. ഇപ്പം എല്ലായിടത്തും അതായില്ലേ. ഗൂഗിളൊക്കെ നേറ്റീവ്ലി ഇപ്പോൾ ഇറക്കി, ജെമിനയൊക്കെ നന്നായി വന്നു, ട്രാൻസ്ക്രിപ്ഷനൊക്കെ എല്ലായിടത്തും നന്നായി. സോ ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ആ സമയത്ത് ഇറക്കിയുണ്ട്. പിന്നെ ഹാർഡ്വെയർസും വന്നിട്ടുണ്ട്, കുറേ ഹാർഡ്വെയർ. ഐ തിങ്ക് ഏതോ ഒരു സാധനം ഉണ്ടല്ലേ കഴുത്തിൽ വെക്കണത്, ഓൾവേസ് ഓൺ ഹിയറിംഗ്. എനിക്ക് പേഴ്സണലി ഹാർഡ്വെയർ വലിയൊരു താല്പര്യമുള്ളൊരു മേഖലയല്ല. ആപ്പിൾ വാച്ചിൽ വേണേൽ ആപ്പ് ഇട്ട് ചെയ്താൽ പോരെ, എന്തിനാ ഈ മാലയിലൊക്കെ ഇട്ട് എടുക്കേണ്ട ആവശ്യം?
ഞാനാരും ഇൻ പേഴ്സൺ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഞാനാണെങ്കിൽ ഇട്ടില്ല. എനിക്ക് ആരണോ ചിലപ്പോൾ വർക്ക് ചെയ്യായിരിക്കും. Interesting. So where do you see that going? I mean, where are they adjacent? I mean, is there a revenue goal you are pursuing that for this product? വോയിസ് നോട്ട്സിനോ? വോയിസ് I think നോട്ട്സിനല്ല ഒരു it has more പ്രൊഡക്റ്റ് margin, I think, compared to Buy Me a Coffee. അല്ലല്ല, ബൈ മീ കോഫിക്ക് കൂടുതൽ മാർജിൻ. ബൈ മീ കോഫിക്ക് മാർക്കറ്റിംഗ് സ്പെൻഡ് ഇല്ലല്ലോ, അതുകൊണ്ട് കിട്ടുന്നതല്ല നമ്മുടെ ലാഭമാണ്. അപ്പോൾ വോയിസ് നോട്ട്സിൽ ഇപ്പോൾ എക്സ്പെൻസ് ഉണ്ടാവും, പക്ഷേ മാർക്കറ്റിംഗ് ചെയ്തപ്പോൾ എക്സ്പെൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ നിർത്തിയപ്പോൾ നല്ല മാർജിൻ ഉണ്ട്. പക്ഷേ ജനറലി പറയുക, ബൈ മീ കോഫി നല്ല അടിപൊളി ബിസിനസ്സാണ്. കാര്യം ചെറിയ ചിലവ്, നമ്മുടെ ടീമിന് സാലറി കൊടുക്കേണ്ട മാത്രം നോക്കിയാൽ മതി. പിന്നെന്താ, കുറച്ച് ഇടയ്ക്ക് റിസ്ക് കൂടുമ്പോഴൊക്കെ എന്തെങ്കിലും ഫൈനൊക്കെ വരുന്നതിൻ്റെ ഒരു ഇതുണ്ട്, പക്ഷെ കുറേയൊക്കെ സ്ട്രൈപ്പാണ് റിസ്ക് ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലാണ്ട് നല്ല മാർജിനാണ്, നല്ല ബിസിനസ്സാണ് ബൈ മീ കോഫി. അത് അപേക്ഷിച്ച് വോയിസ് നോട്ട്സിൽ ചേർന്ന് കൂടിയാലൊക്കെ ബുദ്ധിമുട്ടായി. പറഞ്ഞാൽ കുറേ പ്ലേയേഴ്സ് വരുമ്പോൾ ആൾക്കാർ പോയേക്കാം, എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊരു പക്ഷെ എനിക്ക് തോന്നുന്നു വോയിസ് നോട്ട്സിൻ്റെ ആ ഡിസൈനിലൊരു സ്റ്റിക്കിനെസ് ഉണ്ട്. ഐ മീൻ വേറെ പ്രൊഡക്റ്റിലേക്ക് നമുക്ക് കാണുമ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ വോയിസ് നോട്ട്സിലേക്ക് വരുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഡിസൈനിൽ നിങ്ങൾ ആ ഒരു ഐ മീൻ നമ്മൾ ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്ത് കുറച്ച് ടേസ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രോപ്പർലി പുട്ട് ഇൻ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഐ മീൻ അത് അതിൻ്റെ ബിഹൈൻഡ് ദ പ്രോസസ് എങ്ങനെയാണ്? ഐ എം ഓൾവേസ് ക്യൂരിയസ് ഓൺ വോയിസ് നോട്ട്സിൻ്റെ ഒരു ഡിസൈൻ. ഞങ്ങൾ എന്ത് പരിപാടി ചെയ്യുകയാണെങ്കിലും കുറച്ച് വൃത്തി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ടീമാണ് നമ്മുടെ. അപ്പോൾ കുറേ സമയം പോകുന്നുണ്ട് ഇത് കറക്റ്റായിട്ട് ചെയ്യാനും അതിനകത്ത് ഇവോൾവ് ചെയ്തുകൊണ്ടിരാനും. കുറേ തോട്ട് പോകുന്നുണ്ട് നമ്മുടെ ഡിസൈനേഴ്സിനാണെങ്കിലും ഞങ്ങളാണെങ്കിലും. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ ഒപ്പീനിയനാണ്, നമ്മുടെ ചിന്താഗതി അത് പ്രൊഡക്റ്റിൽ പ്രതിഫലിക്കണം. നമ്മളെല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വരില്ല. നമുക്ക് വേണ്ടി ഉണ്ടാക്കുക, നമ്മൾ അവരുടെ ഒരു കസ്റ്റമറായിട്ട് ആലോചിച്ച് നമുക്ക് വേണ്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ പ്രോബ്ലം പൂർണ്ണമായി മനസ്സിലാക്കി ചെയ്യുക. എല്ലാവരുടെയും എല്ലാ റിക്വസ്റ്റുകളും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റ് വൃത്തി ഉണ്ടാവില്ല, ഒരു പൂർണ്ണത ഉണ്ടാവില്ല. അത് ആൾക്കാർക്ക് ഫീൽ ചെയ്യും, ആൾക്കാർക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല, അവർക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഫെലിക്സ് ഫീൽ ചെയ്തെന്ന് പറഞ്ഞില്ല, തിരിച്ചു വരുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണ് ഫെലിക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനോടത്. പക്ഷേ അതിനുള്ള കാരണങ്ങൾ ചിലപ്പോൾ ഈ പൂർണ്ണത മറ്റൊന്നില്ലാത്തതുകൊണ്ടായിരിക്കും. അവരെല്ലാവരും പറയുന്ന കേട്ട് ഓരോ ഫീച്ചർ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും. എല്ലാം ആണെന്നല്ല പറഞ്ഞത്, കുറേ നല്ല പ്രൊഡക്റ്റ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ വോയിസ് നോട്ട്സിനേക്കാളും നല്ല പ്രൊഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ബൈ മീ കോഫിനേക്കാളും നല്ലതാണ് വേറെ കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും അതിങ്ങനെ ഇമ്പ്രൂവ് ആക്കാൻ നോക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. ലൈക്ക് ഞങ്ങൾക്കിപ്പോഴും കുറേ ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴികളുണ്ട്. ഇപ്പോൾ ബൈ മീ കോഫി ഒരു നല്ല $multi-million റവന്യൂ ജനറേറ്റിംഗ് പ്രൊഡക്റ്റാണ്. വോയിസ് നോട്ട്സ് ഇപ്പോൾ ബൂട്ട് സ്ട്രാപ്പ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റവന്യൂ ആണ്. നെക്സ്റ്റ് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അല്ലെങ്കിൽ യൂഷ്വലി എന്തെങ്കിലുമൊക്കെ പോഡ്കാസ്റ്റ് വരുന്ന സമയത്ത് കുക്കിംഗ് സംതിങ് എന്നുള്ള ഒരു കാണാറുണ്ട്. സോ വാട്ട് ഡാസ് മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു പ്രോജക്റ്റ് തന്നെ ചെയ്യാറുള്ളല്ലോ, അതല്ലേ ഒരു നോർമൽ തിങ് ടു ഡു. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ പ്രൊജക്റ്റ് ഇങ്ങനെ ചറപ്പറ തോറ്റുകൊണ്ടായിരിക്കും ഫെലിക്സ് ചോദിച്ചു തന്നെ. പക്ഷേ ഇനിയൊരു തോൽവിക്ക് ഉള്ള എനർജി എനിക്ക് ശരീരത്തിൽ ബാക്കിയില്ല. അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പറ്റുമെങ്കിൽ ഇനി ഒരു ടെക് സ്റ്റാർട്ടപ്പ് ചെയ്യരുത്. അത് ഞാനത് ഫ്രണ്ട്സിനോടൊക്കെ അങ്ങോട്ട് തന്നെ പോയി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ചുമ്മാ ഓരോത് പറയാതെ എന്തായാലും വരും എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കളിയാക്കി. പക്ഷേ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷേ അതാണ് എൻ്റെ ആഗ്രഹം. കാര്യം ഞാൻ 12 വയസ്സ് തുടങ്ങിയ പരിപാടിയാണ്, ഇപ്പോൾ 32 20 വർഷമായിട്ട് ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും മറ്റതും മറിച്ചതും ആഡ്സും ലോഞ്ചിങ്ങും പ്രൊഡക്റ്റ് എൻഡും ഹാക്കർ ന്യൂസും ഒക്കെ അല്ലേ. അപ്പോൾ ഇനി അത് കുറച്ചൊരു ആവർത്തന നിരസതയുണ്ട്. പിന്നെ ബൈ മീ കോഫി നല്ലൊരു പ്ലേസിലാണ്, നല്ല എൻജോയബിൾ ആയിട്ടുള്ളൊരിതാണ്, ഗ്രോ ചെയ്യുന്നുണ്ട്. വോയിസ് നോട്ട്സ് ഇപ്പോൾ ഉണ്ട്, ഗ്രോ ചെയ്യുമെന്ന് അറിയില്ല. കുറേ പ്ലെയേഴ്സൊക്കെ ഈ പറഞ്ഞ പോലെ ഒക്കെ വന്നിട്ട് ഇനി മാറുമെന്ന് അറിയത്തില്ല, രണ്ടും അറിയത്തില്ല കേട്ടോ നമുക്ക് എന്താ സംഭവിക്കുന്നത്. അതുകൊണ്ട് നല്ല പൊസിഷനിലാണ് അതൊക്കെ. പിന്നെ ഞാൻ ഫ്യൂച്ചർ സേഫ് ആക്കാൻ വേണ്ടി ഒരു ഭാഗത്തോടെ ബോറിംഗ് ആയിട്ട് ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. എല്ലാ ഇൻഡെക്സ് ഇൻവെസ്റ്റിംഗ് ആയിട്ട് ഒന്നുമില്ല. US ഞാൻ S&P 500 ഇടും, നാട്ടിൽ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിലിടും. മാർക്കറ്റ് ഗ്രോ ചെയ്യുമ്പോൾ അതിനൊപ്പം ഗ്രോ ചെയ്യും. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അതാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റിംഗ് ആണ്, സിമ്പിൾ ബോറിംഗ് ഇൻവെസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പം നാളെ ഒരു ബുദ്ധിമുട്ട് വന്നാലും തട്ടിമുട്ടി ജീവിക്കാനുള്ള കാശൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അതിൽ കൂടുതൽ വലിയ ആഗ്രഹങ്ങൾ എനിക്കില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ബാക്കിയുള്ള എനർജി ഇനി കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റി പിടിക്കാനാണെങ്കിൽ, ഇപ്പോൾ ഒരു ഐഡിയ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ മലയാളത്തിൽ നല്ല ഓഡിയോ ബുക്കുകളില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ എത്ര ബുക്കുകളുണ്ട് നമുക്ക് കേൾക്കാനൊക്കെ. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അജയ് ആണ് പറഞ്ഞത്, സ്റ്റോറി ടെൽ എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ആ ആപ്പിൽ കുറേ മലയാളം ബുക്കുകളുണ്ടെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ MTയുടെ ഒക്കെ കഥകൾ KPS ലളിത നറേറ്റ് ചെയ്തതൊക്കെ എന്ത് രസം കേൾക്കാൻ, ഒരു പടം കേൾക്കുന്ന പോലെയാണ്.
അതേപോലെ നെടുപടി വേണു കുറച്ച് നറേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. കാരണം നമുക്കത് കൂടുതൽ ചെയ്യണം. അത് മലയാളം പുസ്തകങ്ങൾ മേ ബി DC ബുക്സൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ പഴയ ഇംഗ്ലീഷ് ക്ലാസിക്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ടോൾസ്റ്റോയുടെ പുസ്തകങ്ങളോ ഡോസ്റ്റോയെവ്സ്കിയുടെ പുസ്തകങ്ങളോ, അതൊക്കെ മലയാളികൾ വായിച്ചിട്ടില്ല. കാരണം വളരെ ഇന്നാക്സസിബിൾ ആയിട്ടുള്ളൊരു വലിയ ഒരു ടെക്സ്റ്റ്, ആരത് വായിക്കുക? ലൈക്ക് ഞാൻ കുറേ വർക്കിട്ടിട്ടാണ് ഇതൊക്കെ വായിക്കുന്നത്, കുറച്ച് കാര്യങ്ങളൊക്കെ വായിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ വായിക്കണമെങ്കിൽ ലാലേട്ടൻ പറയണം വായിക്കണത്, എന്നിട്ടത് ഫ്രീ ആയി കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ബുക്കുകളൊക്കെ എനിക്ക് ഒന്ന് കുറേയൊക്കെ ഒരു ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രീ ടു യൂസ് ആണ്, ആർക്ക് വേണമെങ്കിലും പ്രിൻറ്റ് ചെയ്യാം, അങ്ങനത്തതാണ്. അപ്പോൾ ഒരു മലയാളം പരിഭാഷ എടുത്ത് അതിൻ്റെ ഓഡിയോ ബുക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ സ്റ്റുഡിയോയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ആരെങ്കിലും ചെയ്താൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും, അത്ര സന്തോഷമുള്ള കാര്യം. ആരും ചെയ്തില്ല ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. ഇത് മറ്റേ വോയിസ് നോട്ട്സ് പറഞ്ഞ പോലെ ആരും ചെയ്യാത്തവരോട് ഞാൻ ചെയ്യും. അതെ, ആരും ചെയ്തില്ലേ മാത്രമേ ചെയ്യുള്ളൂ, അല്ലേ ഞാനത് പറ്റാവുന്ന പോലെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ ക്രിയേറ്റീവ് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ലോകത്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു വിഷമത്തിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ. അപ്പോൾ അതിലൊക്കെ ആയിരിക്കും ഇനി ഒരു പുതിയതായിട്ട് ചെയ്യാം. ബാക്കി എനർജിയൊക്കെ എനിക്ക് വന്ന് ഇടാനുള്ള സാധനം ഉണ്ട്. ബൈ മീ കോഫി അടുത്ത പ്രൊഡക്റ്റ് ഇല്ല, പറ്റുമെങ്കിലില്ല എന്നുള്ളതാണ് പ്രോമിസ്. നെവർ സേ നെവർ എന്നല്ല, നമുക്കറിയില്ല ഫ്യൂച്ചറിൽ എന്താ മാറുക എന്നൊക്കെയല്ല. പക്ഷേ ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ചെയ്താൽ മോശമല്ലേ? അതെ. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് സ്വയം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സിനെ പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ, ബാക്കി വെച്ചാൽ വളരെ അടുത്ത കുറേ സുഹൃത്തുക്കളുണ്ട്. കുറേ ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ. ഒരു 5 പേര്. ഞങ്ങൾ ഒരുമിച്ച് UK പോയ ഗ്രൂപ്പാണ്. കുറച്ച് പേരൊക്കെ ഫെലിക്സിനെ അറിയാം. നമ്മുടെ മിക്കവരും ടെക് സർക്കിളുള്ളവരാണ്. എല്ലാവരും പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സൈനു, സൈബ്രോസിസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇപ്പോൾ യങ്ങർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോഞ്ചിവിറ്റി പ്രൊഡക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യങ്ങർ വിത്ത് 2G, യങ്ങർ.com. അതേപോലെ വിനൂപ് മെയിലർ ക്ലൗഡിൻ്റെ, അൻവർ കുക്കിയസിന് അൻവർക്ക, അതേപോലെ അജയ് ഇപ്പോൾ EU വെരിഫൈ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ചെയ്യുക, യൂറോപ്യൻ കോംപ്ലയൻസ് ഒക്കെ നല്ലപോലെ പോകുന്നു, കിടലും പ്രൊഡക്റ്റാണ്. അതുപോലെ മാഡി കുറച്ച് ടെക് പ്രൊഡക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ആളൊരു ചിലയിൽ ഇപ്പോൾ ഒരു ഫുട്ബോൾ ക്ലബ്ബ് വാങ്ങിച്ചു. 3rd ഡിവിഷൻ. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. ആൾ ശരിക്കും എന്നിട്ട് വാട്സാപ്പിൽ സ്പാനിഷിൽ ഇംഗ്ലീഷിൽ അങ്ങോട്ട് അയക്കുന്നു, അവർ സ്പാനിഷിൽ ഇങ്ങോട്ട് അയക്കുന്നു, എന്നിട്ട് ഇവിടുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. റിയൽ ലൈഫ് FIFA കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരാൾ ചെയ്യുന്നു. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വേൾഡ് കപ്പാണ് ഇപ്രാവശ്യം പോയതും, ഒരു ക്രൂസൊക്കെ ചെയ്തു. ഇത് മൊത്തം ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ സ്പോൺസറൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. നമ്മളുടെ അച്ചീവ്മെൻറ്റിൽ സന്തോഷം, നമ്മുടെ സക്സസ്സിൽ സന്തോഷമുള്ള ആൾക്കാർ അവിടെ കൂടെ ഉണ്ടാവണം. മിക്കപ്പോഴും നമ്മുടെ അമ്മയോ നമ്മുടെ കൂട്ടുകാരനൊക്കെ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ചിലപ്പോൾ അസൂയായിരിക്കും, അല്ലെങ്കിൽ അല്ലേ? അങ്ങനെയല്ലേ ഒരു ഹ്യൂമൻ നേച്ചർ, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ അല്ലെങ്കിൽ വലിയ സന്തോഷമൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സന്തോഷമുള്ള കുറച്ച് പേരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതും അവരോടൊപ്പം സമയം ചിലവഴിക്കുക എന്നൊക്കെയുള്ള സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ ഇങ്ങനൊരു ഗ്രൂപ്പുണ്ട്. അതേപോലെ നാട്ടിൽ വരുമ്പോൾ നാട്ടിലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഇപ്പോൾ ശ്രീരാഗ് എന്ന് പറഞ്ഞു, മാഗിൽ എന്ന് പറഞ്ഞു, കുറച്ച് പേര് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഐ ആം റിയലി ലക്കി ടു ഹാവ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ മൈ ലൈഫ് ഹു ആർ സോ ക്ലോസ്. അതേപോലെ ഫാമിലി ആണെങ്കിലും വളരെ ക്ലോസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉള്ളത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം എനിക്ക് ബുദ്ധിമുട്ടുള്ള കുറേ സന്ദർഭങ്ങൾ അവർ ഭയങ്കര സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവർക്ക് ഒരു ആവശ്യമുള്ളപ്പോൾ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതില്ലായിരുന്നു ഇതൊക്കെ നടന്നു വരില്ലായിരിക്കും, ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ. അതെ, ട്രൂ. നമ്മൾ ഈ വയസ്സിനെ കുറിച്ചൊക്കെ പറയുള്ളൂ, അല്ലെ? വയസ്സ് ഇതൊക്കെയുള്ളൂ. നമുക്ക് ബൈ മീ കോഫിയിൽ തന്നെ ഒരു വലിയ ഇൻസിഡൻ്റ് ഉള്ള സമയത്ത്, ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത്, നമ്മുടെ 70% ഓഫ് വോളിയത്തെ എഫക്റ്റ് ചെയ്തൊരു സമയമാണ്. 4-5 വർഷം മുമ്പേ എന്നെ ഭയങ്കര ബാധിച്ചു. ലിറ്ററലി എനിക്ക് സ്കിൻ ഇഷ്യൂ ഒക്കെ ചെറുതായി തുടങ്ങി. ആ സമയത്ത് എക്സിമയൊക്കെ വന്നു തുടങ്ങിയ കാര്യം. നമ്മൾ അത്രയും സ്ട്രെസ്ഡ് ഔട്ടായി, ഉറക്കം മൊത്തം പോകുമ്പോൾ ആ ശരീരത്തിന് ഓരോ പ്രശ്നങ്ങൾ വരും. ആ സമയത്തൊക്കെ ഇവരിൽ പലരും അവരുടെ റിസ്ക് എടുത്തുകൊണ്ട് അവരുടെ ഇപ്പോൾ ഓരോന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് മുമ്പോട്ട് പോകാൻ പറ്റിയതും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ. ഞാൻ വായിച്ചിട്ടൊരു ബുള്ളറ്റ് വിറ്റ കഥ. ആ ബുള്ളറ്റ് വിറ്റ കഥ ഒന്നും പറയുകയാണെങ്കിൽ. ബുള്ളറ്റ് വിൽക്കല്ല, ബുള്ളറ്റ് പണയം വെക്കുക. പണയം വെച്ച കഥ. യെസ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്, ലിസ കോളേജിൽ, താമരശ്ശേരിയിലുള്ള
ലിസ കോളേജിൽ ഞാൻ PSC സൈക്കോളജി പഠിച്ചത്. അവിടെ സെക്കൻഡ് ഇയർ എങ്ങാണ്ടാണ്. അപ്പോൾ കുറച്ച് പ്രൊജക്റ്റ് ചെയ്യാൻ കാശ് തീരെ ഇല്ലാത്ത സമയമായപ്പം നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാശ് ഉണ്ടാക്കാറുണ്ടായിരുന്നു ചെറുപ്പം പോലെ. പക്ഷെ ആ സമയത്ത് തീരെ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കത് യൂട്യൂബിൽ എന്തോ കോണ്ടന്റ് വെച്ചെന്തോ സ്കെയിൽ ചെയ്യാനൊക്കെ ഉള്ള നോക്കുമായിരുന്നു. കാശ് തീരില്ല. എനിക്കൊരു 10-20,000 രൂപയെങ്കിലും വേണം. അപ്പോൾ ബുള്ളറ്റ് വെച്ചപ്പോൾ ഒരു 50,000 രൂപ കിട്ടി. ബുള്ളറ്റ് 1.25 ലക്ഷം രൂപയുടെ ബുള്ളറ്റ് എങ്ങാണ്ട. അതൊക്കെ ഒരു വർഷം മുമ്പ് വാങ്ങിച്ചായിരുന്നു. പക്ഷെ അത് പണയം വെച്ച് ബുള്ളറ്റ് കൊണ്ട് കൊടുത്തില്ല. ബുള്ളറ്റ് ഞാൻ ഉപയോഗിച്ചു. പക്ഷേ ആധാരമല്ല, എന്തായാലും പറയാം, RC പണയം വെച്ച് കിട്ടി 50,000 രൂപ വെച്ചു. ഏതായാലും അത് വർക്കൗട്ടായി ഭാഗ്യത്തിന്. അതുകൊണ്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി തിരിച്ച് എടുത്തു. എന്നിട്ട് ബുള്ളറ്റ് വിറ്റായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ കഴിഞ്ഞ വർഷം വിറ്റ് ആളുടെ അടുത്ത് നിങ്ങൾ തിരിച്ചു വാങ്ങിച്ചു. ഇരട്ടി പൈസ കൊടുക്കേണ്ടി വന്നു. പക്ഷേ തിരിച്ചെടുത്തു. കാര്യം എൻ്റെ പേരിൽ ഫസ്റ്റ് രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ വാങ്ങിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു വെച്ചു. പിന്നെ ബുള്ളറ്റ് അല്ലേ, രസമല്ലേ. കമ്മിങ് ബാക്ക് ടു ഇവിടെയാണെങ്കിലും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് വരുന്ന സമയത്ത് ഹൗ ഈസ് യുവർ നാച്ചുറൽ ഡിഫോൾട്ട് ആൻസർ ടു ദാറ്റ് ups and downs, and mostly downs? Has that been changed or evolved as you grown older? അവിടെ എന്തെങ്കിലും you have observed among yourself how you deal with it? തീർച്ചയായിട്ടും. ലൈക്ക് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പണ്ട് ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഡീൽ ചെയ്തപോലെ അല്ല ഇപ്പോൾ ചെയ്യുന്നത്. അതിലൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ അപ്പ് എന്ന് പറയുമ്പോൾ ഈ ഹൈസ് ഇല്ലേ നമുക്ക് കിട്ടുന്ന ഒരു ബൂസ്റ്റ്. ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്കൊരു കാർ വാങ്ങിച്ചാൽ കിട്ടുന്നത്. ഫെലിക്സ് കാർ എടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നില്ലേ? ഇപ്പോൾ ആ സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടോ? കാർ ഓടിക്കുന്നുണ്ട്, കംഫർട്ടബിൾ ആണ്. ബട്ട് അന്നത്തെ ഹൈ ഇല്ലല്ലോ. എല്ലാ ഹൈയും അങ്ങനെ ഒരു ടെമ്പററി അല്ലേ. ലൈക്ക് ഇപ്പോൾ നമ്മൾ വൈസി കയറിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയി ലെറ്റർ കിട്ടുമ്പോൾ. പക്ഷെ ഇപ്പം ഒരു പാസ്റ്റാണ്. ഇപ്പം ആ ഹൈ ഇല്ല, സന്തോഷമില്ല. നമുക്ക് വേറെ സങ്കടങ്ങൾ വരുന്നു. നമ്മൾ ആ ഹൈ ഒക്കെ മറക്കുന്നു, സന്തോഷങ്ങളൊക്കെ മറക്കുന്നു. നമ്മൾ ആ മൊമെൻറ്റിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാം ടെമ്പററി ആണെന്നുള്ളൊരു ബോധ്യം നമ്മളെ ഭയങ്കര ഫ്രീ അപ്പ് ചെയ്യും. ഹൈസ് ആൻഡ് ലോസ് എല്ലാം താൽക്കാലികമാണ്. This too shall pass. ആൻഡ് അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സ്റ്റോയിക്ക് ആവുക. നമ്മൾ അധികം ഇമോഷണൽ ആവാണ്ടിരിക്കുക ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ. അലൻ വാട്സ് പറഞ്ഞ കാര്യമുണ്ട്. അലൻ വാട്സ് ഒരു ടീച്ചർ, ഫിലോസഫർ ആളാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവിതത്തിൻ്റെ മീനിങ് ജീവിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലൈഫ് എന്നൊക്കെ കുറച്ച് വലിയ ചിന്തിക്കുന്നതല്ല, ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരേ ഒരു മീനിങ് എന്നുള്ളത്. സോ അതേപോലെയാണ്. ലൈക്ക് ഒന്നും അങ്ങനെ സീരിയസ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം കുറേ പേര് ഇപ്പോൾ അടുത്തിനോട് ചോദിക്കുന്ന കാര്യം, മുഖ്യമന്ത്രി അങ്ങനെ നല്ല പ്രശംസിച്ചു, ഭയങ്കര സന്തോഷമായോ? സത്യം പറഞ്ഞാൽ സന്തോഷമായി, വീട്ടുകാർക്ക് സന്തോഷമായി, എനിക്ക് സന്തോഷമായി, സഹപ്രവർത്തകർക്ക് സന്തോഷമായി. പക്ഷേ നമ്മൾ അത്രയധികം ആഹ്ലാദിച്ചാൽ, ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ആഹ്ലാദിച്ചാൽ, അവരെന്നെ എന്തെങ്കിലും ഒരു കുറച്ച് പറയുമ്പോഴോ ഇല്ലേ, ഈവൻ അവർ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലോ പിന്നീട് ഒരിക്കൽ അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ വിഷമവും മൂർച്ചയേറിയതായിരിക്കും. അതിൻ്റെ വിഷമവും അതേ ആഘാതത്തിലുള്ളതായിരിക്കും. അതേ സ്ട്രെങ്ത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളോട് നല്ലത് പറഞ്ഞ ആൾക്കാർ നമ്മൾ അത്രയും ഹാർട്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ പിന്നീട് എന്തൊരു ചെറിയ കുറ്റം പറഞ്ഞാൽ അതേപോലെ നമുക്ക് അത്രയും ബാധിക്കും. അപ്പം ഇതെല്ലാത്തിനെയും ഓരോരുത്തരുടെ വീക്ഷണമായിട്ട് കാണാം, ഓരോരുത്തരുടെ അഭിപ്രായമാണല്ലോ ഇതൊക്കെ. നമ്മൾ മാറുന്നില്ലല്ലോ. ബൈ മീ കോഫി 10 വർഷം മുമ്പ് ഉണ്ടാക്കിയല്ലേ, ഇപ്പോഴല്ലേ ആൾക്കാരൊക്കെ ഈ നാട്ടിൽ അറിഞ്ഞതൊക്കെ. ബൈ മീ കോഫിനെ മാറ്റുന്നില്ലല്ലോ, നമ്മൾ പണ്ടുള്ള അതേ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ എപ്പോഴും മനസ്സിൽ വെക്കാറുണ്ട്. ഈ അഭിപ്രായങ്ങളും അപ്രീസിയേഷനും ഒക്കെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്, നമ്മളെ മാറ്റുന്നില്ല. നമ്മളവരോട് താങ്ക് യു പറയാം, നമ്മൾ എപ്പോഴും എൻകറേജ് ചെയ്യുന്ന നല്ല കാര്യമാണ്, നമ്മൾ കൂടുതൽ ആൾക്കാർ എൻകറേജ് ചെയ്യാനൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളത് ഭയങ്കര ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളത് ഭയങ്കര ഡൗൺ സൈഡ്സും അതേപോലെ ബാധിക്കും. സോ ദാറ്റ്സ് ഫെലിക്സിൻ്റെ ചോദ്യം, എങ്ങനെ ഹൈസ് ലോസ് ഡീൽ ചെയ്യുന്നുള്ളതിന് എൻ്റെ ഒരു ഉത്തരം അതാണ്. കുറച്ചുകൂടെ സ്റ്റോയിക്ക് ആവുക എന്നുള്ളതാണ് അതിലൊരു ഇതെന്ന് തോന്നുന്നു, അറിയില്ല. നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴത്തെ ഒരു മെൻ്റൽ മോഡൽ എന്താണ്? ഇപ്പോൾ ഐ തിങ്ക് നമ്മൾ ലാസ്റ്റ് തവണ സമയത്ത് യുവർ ഇൻ ദ 29 ആയിരുന്നു. ഇപ്പോൾ 32, 31, 31. അപ്പോൾ now you have a kid and on planning another. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വേൾഡ് വ്യൂ ഇതൊക്കെ മാറിയിട്ടുണ്ട്. സോ ആ മെൻ്റൽ മോഡൽസ് ഇൻ ലൈഫ്, ബിസിനസ് എങ്ങനെയൊക്കെയാണ്? ഏതെങ്കിലും തോട്ട്സ് യു ഹാവ്? ഓക്കെ, ഇങ്ങനെയായിരുന്നു പക്ഷേ ഇത് ഇങ്ങനെയല്ല ഇപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം, ഫ്യൂ തിങ്സ് യു ക്യാൻ ഷെയർ ആസ് വെൽ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം മാറിയെന്ന് വെച്ചാൽ, ഞാൻ ഡിഫറൻ്റ്ലി അംബീഷ്യസ് ആണ് ഇപ്പോൾ. ഞാൻ വേറെ രീതിയിൽ അംബീഷ്യസ് ആയിരുന്നു പണ്ട്. ഓക്കെ, അതിപ്പോൾ സ്റ്റാർട്ടപ്പ് ഗ്രോത്ത് ഉണ്ടാക്കണം, കാശുണ്ടാക്കണം, ബില്യണർ ആവണമെന്നൊക്കെ, അതൊക്കെയായിരുന്നു വളരെ പണ്ടത്തെ തോട്ട് കേട്ടോ. ഒരു 5-8 വർഷം മുമ്പ് അതൊക്കെ മാറി ഇവോൾവ് ചെയ്ത് വന്നു.
ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും അൾട്ടിമേറ്റ് ലക്ഷറി എന്ന് വെച്ചാൽ സമയമാണ്. നമുക്ക് ഈ കലണ്ടറൊന്നും വെക്കാണ്ട് രാവിലെ എണീറ്റ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, രാവിലെ എണീറ്റ് അപ്പം തോന്നുന്ന കാര്യം ചെയ്യാൻ പറ്റുക, എത്ര പേർക്ക് ചെയ്യാൻ പറ്റും അല്ലേ ചോദിക്കേ? അല്ലേ? എല്ലാവരും ദിവസങ്ങൾ പാക്ഡ് അല്ലേ? അപ്പോൾ സമയം സാവകാശമാണ് ഏറ്റവും വലിയ ലക്ഷറി എന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട്. ഇപ്പോൾ ഇപ്പം എൻ്റെ കൊച്ചിൻ്റെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുക, ഭാര്യയുടെ ഒപ്പം പറ്റുക, കുറേ ട്രാവൽ ചെയ്യണമെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റുക, ട്രാവൽ ചെയ്യാണ്ട് വെറുതെ ഇരിക്കാൻ പറ്റുക, രാവിലെ എണീറ്റ് ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാണ്ടിരിക്കുക, അല്ലേ? നടക്കാൻ പോവുക. അങ്ങനെ ആ ഒരു ഫ്രീഡം, ഇതിനെല്ലാം എല്ലാവരും കഷ്ടപ്പെടുന്നതൊക്കെ. അപ്പോൾ അതാണ് അൾട്ടിമേറ്റ് ലക്ഷറി എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യാൻ കുറച്ച് ശ്രമിച്ചു. അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് ഞാനിപ്പോൾ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. യാ, ഒരു ജനറലി സിംപ്ലർ ലൈഫ് ഞാൻ കുറേ ഇഷ്ടപ്പെടുന്നുണ്ട്. കുറച്ചുകൂടി സിംപ്ലർ ആക്കുക, അധികം കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് സിമ്പിളായിട്ട് ജീവിച്ചു പോകുക എന്നുള്ളത് ഭയങ്കര രസമുള്ള കാര്യം. എനിക്ക് ചിലവ് കുറയ്ക്കുക, അതേപോലെ കമ്പനിയിലാണെങ്കിലും പേഴ്സണലി ആണെങ്കിലും, അതേപോലെ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക, കുറച്ച് കഴിക്കുക. ഞാൻ ഭയങ്കര ഫുഡിയാണ്. എൻ്റെ നാട്ടിൽ വന്നാൽ എൻ്റെ ഫസ്റ്റ് ഓർഡർ ഓഫ് ബിസിനസ് എന്താ അറിയോ? കാറും എടുത്ത് താമരശ്ശേരി പോവാം. ഞാൻ പഠിച്ച അവിടെ ആണല്ലോ. അവിടെ ഒരു വൈറ്റ് ഹൗസ് എന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അറിയോ? ഇല്ല. കേട്ടിട്ടില്ല? ഓക്കെ. കുഴിമന്തി അറിയില്ലേ? അറിയാം. നമ്പർ 1 കുഴിമന്തി ഇൻ ദ വേൾഡ്. ദുബായ് പോലെ ഇത് കിട്ടൂല. അത് നമ്മുടെ താമരശ്ശേരി വൈറ്റ് ഹൗസിലാണ്. അപ്പോൾ അവിടെ പോയി കഴിക്കാൻ 10-12 വർഷം മുമ്പ് അവിടെ കഴിച്ചിരുന്നത്. അപ്പോൾ അവിടെ പോവാം. ഞാൻ അവിടെ പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ അറിയാവുന്നൊരു വെയിറ്ററുണ്ട്, ജാഫർ എന്നാണ് പേര്. അപ്പോൾ ഞാൻ ജാഫർഖാനെ വിളിക്കും. അപ്പോൾ ജാഫർക്ക് എനിക്ക് വേണ്ടി നല്ലൊരു മറ്റേ വാരിയൽ പീസ് എടുത്ത് വയ്ക്കും. ഇപ്പോൾ മീറ്റ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയറാണ്. അപ്പോൾ അതിൻ്റെ മന്തി എടുത്ത് വയ്ക്കും, മട്ടൺ മന്തി. അപ്പോൾ അവിടെ പോയി അത് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ നാട്ടിൽ വന്നുള്ള ഫസ്റ്റ് പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഫുഡി ആണെങ്കിലും ഞാനിപ്പോൾ അതിലൊരു മിതത്വം പാലിക്കാൻ നോക്കുകയാണ്. അതേപോലെ ലൈഫ് എന്നുള്ള ജനറലി ഒരു എക്സ്പെക്റ്റേഷൻ കുറച്ചാൽ നമ്മൾ കുറച്ചുകൂടെ ഹാപ്പിയർ ആവുമെന്ന് മനസ്സിലായി. അതിപ്പം സ്റ്റാർട്ടപ്പിൽ നിന്നായാലും സ്റ്റാർട്ടപ്പിൻ്റെ ഗ്രോത്ത് എക്സ്പെക്റ്റേഷൻ കുറയ്ക്കുക, അല്ലെ മറ്റുള്ള ആൾക്കാരുടെ അടുത്തുള്ള ആൾക്കാരെക്കുറിച്ചുള്ള നമ്മളുടെ പ്രതീക്ഷകൾ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹാപ്പിയർ ആവുമെന്ന് മനസ്സിലായി. അപ്പോൾ അക്കാര്യത്തിലൊന്ന് ലൈഫ് സിംപിളറാക്കുക. അല്ലേ? മിക്കപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഒരു ഹയർ എക്സ്പെക്റ്റേഷൻ ഉണ്ട് നമുക്ക്, അത് മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് ആൾക്കാരുടെ ആവാം, സ്റ്റാർട്ടപ്പിൻ്റെ ആവാം, പ്രൊഡക്റ്റിൻ്റെ ആവാം, നമ്മളെക്കുറിച്ചുള്ള തന്നെ ഒരു എക്സ്പെക്റ്റേഷൻ ആവാം. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സിംപിളറാക്കണം, ഒന്ന് ടോൺ ഡൗൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ജീവിതം ആഹ്ലാദകരവും സമാധാനപരമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു പ്രാക്ടീസ് അല്ലേ? ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കാമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് പുസ്തകങ്ങൾ വായിക്കും, കുറച്ച് നോട്ട് എടുക്കും, കുറച്ച് ശ്രമിച്ചു നോക്കും, കുറച്ചൊക്കെ പ്രവർത്തിക്കാക്കാൻ നോക്കും. ചില കാര്യങ്ങളൊന്നും എൻ്റെ പ്രവൃത്തിയിലേക്ക് അങ്ങനെ വരണമെന്നില്ല. ഇപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രമിച്ച കാര്യമാണ്, കഴിഞ്ഞ ഇതിൻ്റെ അലീഷ കേട്ട ചിരിക്കും, കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഞാൻ ദേഷ്യപ്പെടരുത് എന്ന് തീരുമാനിച്ചു. കാര്യം ദേഷ്യം എന്നുള്ളൊരു ഫീച്ചർ തന്നെ ബാഡെന്ന് മനസ്സിലാക്കി. ഞാൻ വല്ലപ്പോഴും ദേഷ്യപ്പെടാറില്ല. മിക്കവാറും ഫിഫ കളിക്കുമ്പോഴൊക്കെ ദേഷ്യപ്പെടുക. അങ്ങനെ തോറ്റ് കഴിയുമ്പോൾ എനിക്ക് അറിയാണ്ട് വന്നു ദേഷ്യം. ആ റെഡിറ്റ് കുറേ ആൾക്കാർ പറയാറില്ല, എന്തുകൊണ്ട് അറിയില്ല. അല്ലെങ്കിൽ ദേഷ്യപ്പെടാത്ത ആൾക്കാർ ഗെയിം കളിക്കുമ്പോൾ ദേഷ്യപ്പെടും. എനിക്കെന്താ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. എനിവേ, ഞാൻ ഏതായാലും കഴിഞ്ഞ ഓഗസ്റ്റ് തീരുമാനിച്ചു ഇനി ലൈഫിൽ ഇനി ദേഷ്യപ്പെടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഒരാളോട് എന്തെങ്കിലും നടക്കാൻ വേണ്ടിയിട്ട് പോലും നമ്മൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവരോട് മര്യാദയ്ക്ക് പറയുമ്പോഴായിരിക്കും കൂടുതൽ എഫക്റ്റീവായി അവർ ചെയ്യാൻ ചാൻസ് ഉള്ളത്. സോ ദേഷ്യം എന്നുള്ള ഒരു ആങ്കർ എന്നുള്ളത് തന്നെ റിഡൻഡൻ്റ് ആയിട്ടുള്ളൊരു എക്സസൈസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ശ്രമിച്ചപ്പോൾ പക്ഷേ ഇടയ്ക്ക് വിട്ടുപോകും. അപ്പോൾ പുതിയ റൂൾ ഉണ്ടാക്കി, ദേഷ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി 2-3 മിനിറ്റിൽ അവരോട് സോറി പറയുന്നുള്ളൂ. ദാറ്റ് ചേഞ്ച്ഡ് എവറിത്തിങ്. കാര്യം നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ വേറൊരു മാനസികാവസ്ഥയില്ല. നമ്മൾ വളരെ ഇഷ്ടമുള്ള ഒരാളോട് പോലും ദേഷ്യപ്പെടുമ്പോൾ ഒന്ന് സോറി പറയാൻ ശ്രമിച്ചു 2 മിനിറ്റിൽ നടക്കില്ല. നമുക്ക് വളരെ ഇഷ്ടമുള്ള ആളായിരിക്കാം, നമ്മുടെ ഈഗോ ചിലപ്പോൾ നമ്മൾ എന്താ അറിയില്ല, ഒരു മാനസികാവസ്ഥ വേറെ നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ ദേഷ്യപ്പെടുന്നത്. അപ്പാരലി നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ കോർട്ടിസോൾ ലെവലൊക്കെ ഭയങ്കര സ്പൈക്ക് ചെയ്യണം. നമ്മുടെ ഹെൽത്തിന് തീരെ നല്ലതല്ല ഈ പരിപാടി. ഒരു ദിവസത്തിലൊക്കെയാണ് കോർട്ടിസോൾ ലെവൽ ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുക. സോ ഒബ്വിയസ്ലി ഇറ്റ്സ് ബാഡ് ഫോർ യു, ബാഡ് ഫോർ അതേഴ്സ്, എഫക്റ്റീവ് അല്ല. വൈ ഡു ഇറ്റ്, റൈറ്റ്? അപ്പോൾ ഞാനിങ്ങനെ ഓരോ റൂളൊക്കെ വെച്ച് ഇങ്ങനെ മാറ്റി. പിന്നെ മാസങ്ങളോളം ആ സാധനം പോയി, ദേഷ്യം എന്നുള്ള ഫീച്ചർ ഇല്ലാണ്ടായി. ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക. എന്നോട് ദേഷ്യപ്പെട്ടാൽ പോലും ഞാനിങ്ങനെ ആണോ, അതെ, ഓക്കെ. ഞാൻ മലയാളത്തിലൊക്കെ ഇങ്ങനെ വാക്കുകൾ പഠിച്ചു തുടങ്ങി. ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്, അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നു തുടങ്ങി. അല്ലെങ്കിൽ ഐ എം സോറി യു ഫീൽ ദാറ്റ് വേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഇംഗ്ലീഷിൽ പറയുമ്പോഴൊക്കെ. കാര്യം
അതേപോലെ ഒരു റോഡിൽ മിക്കവാറും ഞാൻ UK കണ്ടില്ല വെച്ചാൽ ബ്രിട്ടീഷുകാർ അതർവൈസ് ഭയങ്കര പൊളൈറ്റാണ്. ജനറലി വളരെ പൊളൈറ്റായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ബ്രിട്ടീഷുകാർ. വാതിൽ തുറന്ന് പിടിച്ച് തരും, കുറേ സോറി പറയും, ഇതൊക്കെയാണ്. പക്ഷെ റോഡിലിറങ്ങിയ അവർ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ വൻ തെറിയും ഓണടിയും ഭയങ്കര ദേഷ്യമൊക്കെയാണ്. വിൽ ബി ഷോക്ഡ്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ തിരിച്ചു അതേപോലെ തന്നെയായിരുന്നു പ്രതികരണം. പക്ഷേ ഈ ദേഷ്യപ്പെടാൻ പാടില്ലല്ലോ, റൂളല്ലേ. അപ്പോൾ ഞാൻ അവരോട് ചിരിച്ചു തുടങ്ങി, സോറി അവർ ചിരിച്ചു തുടങ്ങി, അവരോട് ചിരിച്ച് സ്നേഹത്തോടൊക്കെ ആക്കി തുടങ്ങി. ആൻഡ് യു വുഡ് ബി സർപ്രൈസ്, ആൾക്കാരുടെ പെരുമാറ്റം മാറി. അവരിങ്ങോട്ടും എനിക്ക് തോന്നുന്നത് ഞാൻ ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ അവരും ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ അവർ മുമ്പോട്ട് പോകുമ്പോൾ അവർ ആലോചിക്കുക എന്നെ കുറ്റപ്പെടുത്തി പോകും. പക്ഷേ അവർ ദേഷ്യപ്പെടുമ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് they'll ask themselves മേ ബി അവരുടെ ഭാഗത്തായിരുന്നോ ശരി, അല്ല ഞാൻ ഇത്രയും ദേഷ്യപ്പെടുന്നായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ആലോചിക്കും, തോന്നുന്നറിയില്ല. ബട്ട് എനിവേ ഐ ഫീൽ ബെറ്റർ. എനിക്ക് സുഖമാണ്. അതുകൊണ്ട് ഈ ദേഷ്യം എന്നുള്ള ഒരു ഇമോഷൻ തന്നെ എടുത്ത് കളഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം ഭയങ്കര ബെറ്ററായി. അതേപോലെ ഞാൻ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് എനിക്ക് കുറച്ച് ഞാൻ വായിക്കും ഇങ്ങനെ എന്തിനൊക്കെയാണ് ഞാൻ താങ്ക്ഫുൾ ആയിട്ടുള്ളത്. ഭയങ്കര ക്ലീഷ്യസ് ആണ്. ചില പ്രൊഡക്ടിവിറ്റി ആൾക്കാർ, സെൽഫ് ഹെൽപ്പ് ആൾക്കാരൊക്കെ പണ്ട് പറയാറുള്ള സംഭവമാണ്. പക്ഷേ ഞാനത് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി. ഗ്രാറ്റിറ്റ്യൂഡ് ജേണലല്ല, ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വായിക്കും എന്തിനൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. ദാറ്റ്സ് എ ലോട്ട് മാൻ. നമ്മൾക്കില്ലാത്ത ആലോചിച്ച് അതിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വിഷമമൊക്കെ വരിക. വിഷമമോ സങ്കടമോ അല്ലെങ്കിൽ ജീവിതം കുറച്ച് മടുത്തോളോ. നമുക്ക് ഉള്ളത് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമൊക്കെ വരും ലൈഫിൽ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് / ഓതർ വിശാഖൻ വീരസ്വാമി, നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ഫോക്കസ് ഓൺ വാട്ട് യു വാണ്ട് ടു സീ മോർ ഓഫ്. നിങ്ങൾ കാണേണ്ട കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഒരു മോശം സ്വഭാവമുണ്ട്, നല്ല സ്വഭാവമുണ്ട്, നിങ്ങൾ നല്ല സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുക, അത് കൂടുതൽ വരും. നിങ്ങൾ ആ മോശം സ്വഭാവത്തെക്കുറിച്ച് തിരുത്താൻ നോക്കി നോക്ക്, ചിലപ്പോൾ അതായിരിക്കും കൂടുക. സോ ജസ്റ്റ് ഇൻ ജനറൽ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ വേണ്ട കാര്യങ്ങളിൽ കൂടുതൽ സമയം എനർജി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ സംഭവിക്കും. അപ്പോൾ ഫോക്കസ് ഓൺ വാട്ട് യു വാണ്ട് ടു സീ മോർ ഓഫ് എന്നുള്ളത്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് തിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനത് ചെയ്യാൻ കാരണം മെഡിറ്റേഷൻസ് പറഞ്ഞ പുസ്തകം, മാർക്കസ് ഓറേലിയസ് എന്ന് പറഞ്ഞ ഒരു റോമൻ രാജാവിൻ്റെ പുസ്തകമാണ്. അദ്ദേഹം പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എഴുതിയ പുസ്തകമല്ല, പ്രൈവറ്റ് നോട്ട്സാണ്. ആൾ ഡെഡായപ്പം കൂടുതൽ ആരും എടുത്ത് പബ്ലിഷ് ചെയ്തതാണ്. ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷെ ചെയ്തത് കൊണ്ട് നമ്മുടെ ഭാഗ്യം, നമുക്ക് കാണാൻ പറ്റിയല്ലോ. ആൾ ലോകത്തിന് നെറുകെ നിൽക്കുമായിരുന്നു. സോർട്ട് ഓഫ് ലൈക്ക് ഒരു ട്രംപ് പ്ലസ് ഇലോൺ മസ്ക് ഫിഗറാണ്. കാര്യം റോമൻ എംപററാണ്, ഒരു കോണ്ടിനെൻറ്റിൻ്റെ കിങ് പ്ലസ് റിച്ചസ്റ്റ് മാൻ ഓൺ ദ വേൾഡ്, എല്ലാം ഉണ്ട്. പക്ഷെ ആൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളും നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ സിമിലറാണ്. ആൾ രാവിലെ എണീറ്റ് ഇന്ന് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞത് മോശമായോ, ഞാൻ ഒരാളുടെ പ്രൊണൗൺസിയേഷൻ തിരുത്തിയായിരുന്നു, അങ്ങനെ ചെയ്യരുത്, അടുത്ത പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം. അയാളിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നതാണ് ഈ പുസ്തകം. ആ പുസ്തകത്തിലെ ഫസ്റ്റ് പാർട്ട് ഗ്രാറ്റിറ്റ്യൂഡിനാണ് ബേസിക്കലി ഉള്ളത്. പാർട്ട് 1, ബുക്ക് 1 എന്നാണ് പറയുന്നത് മെഡിറ്റേഷൻസിൻ്റെ. അത് കേട്ട് നോക്കട്ടെ, കുറേ പരിഭാഷകളുണ്ട്, പക്ഷേ ബുക്ക് 1 വളരെ ആക്സസിബിൾ, വളരെ സിമ്പിൾ പുസ്തകമാണ്. അപ്പോൾ അതിൽ ബുക്ക് 1 ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് താങ്ക്ഫുള്ളാണ് ഫോർ ഈ കാര്യങ്ങളൊക്കെ. ഗ്രാൻഡ് ഫാദറിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന എൻ്റെ ലാംഗ്വേജ് ടീച്ചറോട് താങ്ക്ഫുള്ളാണ് ഫോർ ഈ കാര്യങ്ങളൊക്കെ. എൻ്റെ ലാംഗ്വേജ് ടീച്ചറിൻ്റെ ഗുണങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു വലിയ ഒരു 20 പേരുടെ ഗുണങ്ങളും പറഞ്ഞ് എന്നോട് താങ്ക്ഫുള്ളാന്ന് പറഞ്ഞ് ആണ് പുസ്തകം തുടങ്ങുന്നത്. അപ്പോൾ ആ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം വാല്യൂ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇയാളുടെ വാല്യൂസ് എന്താ, ഇയാളുടെ മെൻ്റൽ മോഡൽസ് എന്താ, ഇയാൾക്ക് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര രസം വായിക്കാൻ. അപ്പോൾ അതിൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ വേർഷൻ ഞാൻ ഉണ്ടാക്കി ഞാനത് എൻ്റെ നോട്ടിൽ വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ അത് കുറച്ച് എല്ലാ ദിവസവും വായിക്കില്ല, പക്ഷേ പറ്റാവുന്ന ദിവസങ്ങളൊക്കെ അത് വായിക്കാൻ തോന്നും. കാര്യം നമുക്ക് ജീവിക്കേണ്ട ഒരു ജീവിതം ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിച്ചുണ്ടാക്കിയിട്ടുണ്ട്, നടക്കുന്ന ജീവിതം ഒരു ഭാഗത്തോടെ പോകല്ലേ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് അലൈൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഫെലിക്സ് ചോദിച്ച ചോദ്യം നല്ല ചോദ്യം, മെൻ്റൽ മോഡൽ എന്താണെന്ന് ചോദിച്ചത് ആരും ചോദിക്കാത്ത ചോദ്യമല്ലേ, ആരും ചിന്തിക്കാറും കൂടില്ല ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ അതൊന്ന് അലൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇത് വായിക്കാറുണ്ട്. ഉപകാരമുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറയണം. പുറത്ത് നമ്മുടെ ഓഡിയൻസ് ഡീപ്പർ ലെവൽ ഓഡിയൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് KPH ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ജില്ലോ വരൻ പറഞ്ഞപ്പോൾ. സോ സം പീപ്പിൾ ഹാവ് DM me some questions which we can ask. ഇടയ്ക്ക് വെച്ചാൽ ഇത് KPH ഗ്രൂപ്പിൽ ബ്രേക്ക് എടുത്തായിരുന്നു. ഐ തിങ്ക് യു ഹാവ് ടുക്ക് എ ബ്രേക്ക്. അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ തിങ്ക് പറയാമെന്നില്ല. ഞാൻ കുറച്ച് ഇതിപ്പോൾ നമ്മളൊരു ഓക്കെ ഫെലിക്സ് പറയുന്നത് വെച്ചാൽ അറിയാത്തവർക്കുള്ള കോൺടാക്ട്സ് വെച്ചാൽ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ആയിരക്കണക്കിന് ആൾക്കാരകത്തുണ്ട്. ഒരു ദിവസം രാവിലെ ഒന്ന് ഞാൻ പോസ്റ്റ് ഇട്ടു, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഒരു സബാറ്റിക്കൽ ഒരു ലോങ് ബ്രേക്ക് എടുക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് ലീവ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് അത്ഭുതം തോന്നി. കാരണം ഞാനും ഫെലിക്സൊക്കെ ഫസ്റ്റ് മെമ്പേഴ്സാണല്ലേ. ഇപ്പോൾ KPH എന്നൊക്കെ ലീവ് ചെയ്യുന്ന വലിയ കാര്യം. അതേപോലെ ഞാൻ 1-2 വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അതേപോലെ ലീവ് ചെയ്തു. നല്ലപോലെ റീസണൊക്കെ ഇട്ടാൽ ലീവ് ചെയ്താൽ, അല്ലാതെ ആർക്കും തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കാരണം ഇത്രേ ഉള്ളൂ, ഞാൻ കുറച്ചൊരു ബ്രേക്ക് വർക്കിനടുത്ത് കുറച്ചൊരു സമയം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കമ്പനി സ്ലാക്കിൽ ഇനാക്റ്റീവായി. ഓ. ടീമുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ കുറച്ചു. ഓ. കാര്യം കുറച്ചപ്പോൾ ടീം പണി ബെറ്ററായി. പ്രശ്നം ഞാനായിരുന്നു എനിക്ക് തോന്നുന്നത്. ഞാൻ വെറുതെ പറയല്ല, ശരിക്കും ഇവരുടെ പണി ബെറ്ററായി. കാര്യം ഇവർക്ക് ഓണർഷിപ്പ് വന്നു. ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കില്ലല്ലോ ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട് നല്ലതാണോ. അതിപ്പോൾ എൻ്റെ ഒരു ഡയറക്ഷനിലല്ലേ പോവാ. ഇതിപ്പോൾ അവർ സ്വന്തം അവരുടെ യുക്തിക്ക് അനുസരിച്ച് ആലോചിച്ച് പ്രൊഡക്റ്റ് ബെറ്റർ ആക്കി. അല്ലെങ്കിൽ കുറച്ച് മോശമായി, ചില കാര്യങ്ങളൊക്കെ മോശമാവും. അതിപ്പോൾ അൻവർക്ക് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഡെലഗേറ്റ് ചെയ്യുമ്പോൾ 100% കിട്ടുമെന്ന് വിചാരിക്കരുത്. 90% എഫിഷ്യൻസി ആലോചിച്ചാൽ മതി. എന്നിട്ട് കൊടുക്കുക, ഫ്രീ ആയി കൊടുക്കുക, വേറെ ആൾക്കാർക്ക് കൊടുക്കുക ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 90% 80% എക്സ്പെക്ടേഷനിൽ എഫിഷ്യൻസിയിൽ അടക്കും എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സുഖമായി ആൾക്കാർക്ക് കൊടുക്കാൻ. കുറവുകളങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ പണിയെടുക്കേണ്ടി വന്നില്ലല്ലോ, വേറെ ആൾ ചെയ്തല്ലോ അത്. ഇപ്പോൾ ഈ ഓഫീസൊക്കെ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ ഒരു വേറെ ലെവലിലാണ് ഓഫീസ് ചെയ്തത്. ആദ്യം ഞാൻ കുറച്ച് കൊട്ടാരങ്ങളിലും കുറച്ച് നല്ല ഇതിലൊക്കെ പോയി കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഇവർക്ക് ഗ്രൂപ്പിലൊക്കെ ഇട്ട് ഒരു ഹൈ എക്സ്പെക്ടേഷൻ വെച്ചു. പിന്നെ ഞാൻ 3-4 മാസം ഇൻവോൾവേ ആയിരുന്നില്ല. ഞാൻ ആ ഗ്രൂപ്പ് ആർക്കൈവ് വെച്ചിരിക്കുന്നു, ബാക്കിയുള്ള ഗ്രൂപ്പുകളെ പോലെ തന്നെ. പിന്നെ എല്ലാം കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലെത്തിയപ്പോഴാണ് അവിടെ ഓഫീസിൽ പോയി നോക്കിയത്. എല്ലാം മനോഹരമായിട്ട് വന്നു. കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളില്ലെന്നല്ല, എന്തായാലും കുറച്ച് കുറവുകളുണ്ട്. ഞാൻ നോക്കിയിരുന്നത് ബെറ്റർ ആവായിരുന്നു എന്ന് വെച്ചാൽ എല്ലാത്തിലും നമ്മൾ നോക്കി കാര്യങ്ങൾ നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു 80% എഫിഷ്യൻസി വെച്ചിട്ട് കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ കൂടി. ഇപ്പോൾ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അതിന് ഇൻറ്റീരിയർ മൊത്തം ആ ഇൻറ്റീരിയർ ഡിസൈനറും എൻ്റെ വൈഫ്/co-founder അലീഷയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കൊടുക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിലുള്ള ഇത് വെച്ചാൽ ഒരു 80% 90% എനിക്ക് വേണ്ട പോലെയൊക്കെ ആവും. 10-20% ആവില്ല, അതങ്ങ് സഹിക്കുക. പക്ഷേ അറ്റ്ലീസ്റ്റ് ഞാൻ ഫ്രീ ആണല്ലോ. ആൻഡ് അവർക്കൊരു സന്തോഷം കിട്ടും, അവരുടെ ഓണർഷിപ്പ് ഉണ്ട് അവർക്ക്. അവർ ചിലപ്പോൾ നമ്മളെക്കാളും ബെറ്റർ ആയിട്ടും ചെയ്യാം. ഈ 80% ആയിരിക്കില്ല, ചിലപ്പോൾ 120 ആയിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ. സം പീപ്പിൾ ജസ്റ്റ് ഔട്ട് ഡു യുവർ സെൽഫ്, റൈറ്റ്? ലൈക്ക് ആൻഡ് അവർക്ക് ആ പെർമിഷനും ആ ഒരു സാവകാശവും ആ ഒരു അവസരവും കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ കുറച്ചൊന്ന് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും സ്റ്റെപ്പ് ചെയ്തു, വിച്ച് ഇസ് റിയലി ഗുഡ്. എനിക്കാണെങ്കിൽ കുറച്ച് സമയം കിട്ടി. ഇതേപോലെ ഞാൻ ജൂഡുണ്ടായപ്പോൾ, എൻ്റെ കൊച്ചുണ്ടായപ്പം 2 മാസം മൊത്തം കൊച്ചിനെ നോക്കി കഴിക്കായിരുന്നു. ഫ്രീ ആയിരുന്നു. വേറെ 1ാമത് സിസേറിയനായിരുന്നു, വേറെ വഴിയില്ലായിരുന്നു. ഭാര്യ കിടപ്പിലാണല്ലോ. പിന്നെ എന്തായാലും കൊച്ചിനെ നാപ്പി മാറ്റലും, കൊച്ചെല്ലാം 2 മണിക്കൂർ എണീക്കുന്നുള്ള അറിയോ ഫെലിക്സിന്? ഞാൻ അറിഞ്ഞില്ല. അപ്പം അത് മൊത്തം ഒരു ഷോക്കായിരുന്നു, തളർത്തി കളഞ്ഞു തന്നെ. അപ്പോൾ ആ സമയത്ത് ബ്രേക്ക് എടുത്തു. അപ്പോൾ എനിക്കിഷ്ടമായി എന്തായാലും. ലൈക്ക് നമ്മൾ ഈ ഫുൾ ടൈം ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിരിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. പണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഫെലിക്സിന് അറിയില്ല, ഞാൻ 4:30 എണീറ്റ് പോയി അഗ്ഗമൊക്കെ പോയി എല്ലാ ദിവസവും പണിയെടുക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് എനിക്ക് കുറച്ചൊരു ബോറിംഗ് ആണ്, അൺഇൻട്രസ്റ്റിംഗ് ആണ്. ആ പ്രായത്തിൽ അത് മേഡ് സെൻസ്. ഈ പ്രായത്തിൽ ദിസ് ഈസ് തിങ്സ് എക്സാക്ട്ലി അതാണ് ഐ തിങ്ക് എവല്യൂഷൻ. നമ്മൾ പല ഫൗണ്ടേഴ്സും പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണു, പിന്നെ അതെങ്ങനെ കസ്റ്റമേഴ്സ് കിട്ടുന്നതിലൊക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ വാട്ട് യു തിങ്ക് അബൌട്ട് ബിൽഡിംഗ്, ഓർ എന്തായിരിക്കും if you were to build another product, or someone who's building a product, you were to advise it, ഈ ഒരു ക്ലിപ്പ് വേണമെങ്കിൽ അയച്ചു കൊടുക്കാൻ പറ്റും? ഒരു ഭാഗത്ത് ബിൽഡിംഗ് ഇപ്പം എളുപ്പമാണ്, AI വന്നിട്ട് നമുക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്തും ഉണ്ടാക്കാം. കേഴ്സറിനോട് അതൊക്കെ ലൈക്ക് കോഡെക്സോ ക്ലൗഡ് കോഡ് വെച്ച് പറഞ്ഞു കൊടുത്തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഭാഗത്ത് ബിൽഡിംഗ് ഒരു 2 മാസം കൊണ്ട് ചെയ്യേണ്ടവരുടെ 1 മാസം കൊണ്ട് ചെയ്യാം. അതുകൊണ്ട് മാർക്കറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറയാം. അതൊരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ഇപ്പോഴും വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റിലുള്ള സൊല്യൂഷൻ എന്താ നോക്കുക, അതിനേക്കാൾ മുകളിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് എങ്കിൽ മാത്രമേ ഞാനൊരു സാധനം ചെയ്യുള്ളൂ, ഇല്ല എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓൾറെഡി ഉള്ളൊരു കാര്യത്തിൽ പിന്നെയും ചെയ്ത് അവരുടെ മാർക്കറ്റ് ഷെയർ എടുക്കുക, അല്ല അങ്ങനത്തൊക്കെ. ഒന്നാമത് ഇത് നാരായണത്തുപുരം കല്ലുരുട്ടി മുകളിൽ കയറുന്ന പോലെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത് ബോറിംഗ് ആണ്, നമുക്ക് മടുക്കില്ലേ. നമ്മൾ ഓൾറെഡി ഒരു നല്ല പ്ലെയേഴ്സൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അത് തന്നെ ചെയ്യാൻ പോകുന്നത് കൈൻഡ് ഓഫ് മനം മടുപ്പിക്കും. കുറച്ചേരൊക്കെ ചെയ്യാം, കുറച്ചേരൊക്കെ ഒരു ആവേശത്തിൽ അവരുടെ റവന്യൂ നമ്പറൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് കേട്ട് നമ്മളിങ്ങനെ ചെയ്യും, പക്ഷേ മടുക്കും. അപ്പം ട്രൂലി വേൾഡ് ക്ലാസ് ആയിട്ട് ഒരു കാര്യം ചെയ്യുക, അത് വളരെ പുതിയ ആശയമാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്തിട്ടുണ്ടാവരുത്, ഉണ്ടേ പിന്നെ നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ പുതിയൊരു രീതിയിൽ, അല്ലെ പുതിയൊരു വേരിയേഷൻ, അല്ലെ ഒരു ലെവൽ അപ്പാർട്ട് മുകളിലേക്ക് ചെയ്യുമ്പോൾ
അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇവിടെ നാട്ടിലൊക്കെ ഓരോ പ്രൊജക്റ്റ് കാണുമ്പോഴേ കുറേ സർവീസുകൾ ഇപ്പോൾ കോഴിക്കോട്ടേക്ക് ഞാൻ എല്ലാ 6 മാസം വരും. എന്നിട്ട് ഒരു 2 ആഴ്ച ഇപ്പോൾ എൻ്റെ ദൈർഘ്യം കൂടി കേട്ടോ. പണ്ടൊക്കെ വരുമ്പോൾ ഒരാഴ്ച നിൽക്കാൻ പറ്റുള്ളൂ, നിൽക്കാറുണ്ടായിരുന്നുള്ളൂ, നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 ആഴ്ച 1 മാസം ഭയങ്കര കൂടി വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് കോഴിക്കോട് ലൈഫ്. ഭയങ്കര കോഴിക്കോടേക്കൊരു തിരിച്ചുവരവുണ്ട്, ഒരു ചാഞ്ചാട്ടമുണ്ട്. എനിക്കുണ്ട്, എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കുണ്ട്. ഇപ്പോൾ വിനൂപിനൊക്കെ ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉള്ളതിനെ ശ്രദ്ധിച്ചു. പക്ഷേ ഇപ്പോൾ നാട്ടിലെ പ്രൊഡക്റ്റിലാണെങ്കിലും ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഞാനിപ്പോൾ ഓൺടർപ്രണേഴ്സിനെ മീറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് വെച്ചാൽ ഏറ്റവും പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് ആദ്യം ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഷൂ ലോണ്ടറി പുതിയ സർവീസുകൾ കുറേ കണ്ടു, അല്ലെ കാറിൻ്റെ കാര്യങ്ങൾ കണ്ടു. ഇപ്പോൾ ഈ പ്രീമിയം സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വേൾഡ് ക്ലാസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. ബെസ്റ്റ്. ഇപ്പോൾ ഒരു വെക്കേഷൻ റെൻ്റലാന്ന് വിചാരിച്ചോ, നിങ്ങൾ മനസ്സിലങ്ങ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വെക്കേഷൻ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഹൈ ലെവൽ ആലോചിക്കാം, ടോപ്പ് ആലോചിക്കാം. എന്ന് വെച്ചാൽ ബെൻസിൽ വന്ന് നിങ്ങൾ പിക്കപ്പ് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു, നല്ല വെയർ കണ്ടീഷൻഡ് ആണ്, അല്ലെ നല്ല ഫുൾ ക്ലീൻ സ്പോട്ട്ലെസ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം, ബെഡ്റൂം, നല്ല ഭക്ഷണം, വേറെ ലെവൽ വേണം, പ്രൈവറ്റ് ഷെഫ് ഉണ്ട് തന്നെ വിചാരിക്കാം. എത്ര കാശ് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ നിങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് അതാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് തന്നെ വെച്ചൊരു ബെഞ്ച് മാർക്കുണ്ട്. എന്നിട്ട് അവിടുന്ന് പൈസ കുറയ്ക്കുക, പിന്നെ നമുക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ കുറച്ച് വരാം. അപ്പം ഈ ഒരു വേൾഡ് ക്ലാസ് സാധനത്തിൻ്റെ കുറച്ചൊരു അംശമെങ്കിലും ഈ അഫോർഡബിൾ സാധനത്തിലേക്കും വരും. അതപ്പോൾ ഇലോൺ മസ്ക് നമ്മുടെ റോഡ്സ്റ്റർ കാർ വെച്ചിലായി തുടങ്ങി. പിന്നെ അല്ലേ മോഡൽ എസ് വന്നു, പിന്നെയാണ് മോഡൽ 3. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മോഡൽ 3 അതിലേക്കൊക്കെ എത്തിയത്. ഏറ്റവും അഫോർഡബിൾ കാറായിട്ട് മോഡൽ 3 ഇറക്കിയത്. അപ്പോൾ നമ്മൾ വെക്കുന്ന ബെഞ്ച് മാർക്കും കൂടും. അതുമാത്രമല്ല, ഏറ്റവും പേ ചെയ്യാൻ താല്പര്യരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കിപ്പോൾ അധികം ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അവരെ സെർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റവന്യൂ വന്നു തുടങ്ങുകയും ചെയ്യും. നമ്മുടെ കമ്പനിക്ക്, നമ്മുടെ സംരംഭത്തിനൊരു ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. കുറച്ച് കസ്റ്റമേഴ്സ് മതി. എല്ലാവർക്കും ഉണ്ടാക്കുമ്പോൾ കുറേ കസ്റ്റമേഴ്സ് വേണം നമുക്ക് സക്സസ്ഫുൾ ആവാൻ. പക്ഷേ എക്സ്ട്രീംലി പ്രീമിയം വെക്കേഷൻ റെൻ്റലാന്ന് വിചാരിച്ചു, പെർ ഡേ ലെറ്റ്സ് 20,000 രൂപ കണ്ട് ചോദിക്കുന്ന ഇതാന്ന് വിചാരിച്ചു. ഹയത്തിന് മുകളിൽ പെർ ഡേ ചോദിക്കുന്നത് ഓപ്ഷൻ ഇല്ലല്ലോ. ഇപ്പോൾ കൊച്ചിയിൽ ഹയത്തിനേക്കാളും നല്ലൊരു ഒരു സ്പോട്ട് പറയാൻ ബുദ്ധിമുട്ടല്ലേ, അല്ലേ? പക്ഷെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നല്ലേ ഉള്ളൂ, ശ്രമിച്ചാൽ ആ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ആരും ശ്രമിക്കുന്നില്ല, ഡിമാൻഡില്ലാത്തതുകൊണ്ടല്ല, കാശുള്ള കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് തിങ്ക് ബാക്ക്വേർഡ്സ് ഫ്രം ദേ. കാശ് എങ്ങനെ കുറയ്ക്കാം, എല്ലാവർക്കും ഇതിലേക്ക് എങ്ങനെ എത്തിക്കാം ഒക്കെ പിന്നീട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ആദ്യം ചിന്തിക്കേണ്ടത് ഏറ്റവും നല്ല എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റ്. ഞാനൊരു ഫിസിക്കൽ എക്സാമ്പിൾ പറഞ്ഞുള്ളൂ, സോഫ്റ്റ്വെയറിൽ തന്നെ ആലോചിക്കാം. കാപ്പിക്കടയാണ് ഞാൻ പറയാവുന്ന വോയിസ് നോട്ട്സിൻ്റെ കാര്യമായിരുന്നു. നമ്മൾ ഏറ്റവും നല്ല AI മോഡൽ ഉപയോഗിച്ചിട്ടല്ലേ വോയിസ് നോട്ട്സ് ചെയ്തത്. ശരിക്കും വേണം എനിക്ക് ആലോചിക്കാം, ഇത് ലാഭമാവില്ല, നമുക്ക് സെക്കൻഡ് ബെസ്റ്റ് മോഡൽ ഉപയോഗിക്കാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ ചിലവെടുത്തിട്ടാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും നല്ല കാര്യം തന്നെ ചെയ്യുക. അതാണ് ഇപ്പോൾ കണ്ടുവരുന്നൊരു കുറവായിട്ടുള്ള കാര്യം. ഡേ 1 തൊട്ട് തന്നെ പ്രീമിയം അപ്പ് മാർക്കറ്റ് അല്ലെങ്കിൽ പൊസിഷനിങ് തന്നെ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ, പ്രീമിയം അപ്പ് മാർക്കറ്റ് എന്നുള്ള, അല്ല അപ്പ് മാർക്കറ്റ് എന്നുള്ള കാര്യം പറഞ്ഞുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് try to build the best possible product you can. You possibly can. That you can imagine, right? കുറേ ആൾക്കാരത് എക്സ്ട്രീംലി ഹാപ്പി ആക്കും, സക്സസ്ഫുൾ ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദെൻ തിങ്ക് അബൌട്ട് ലൈക്ക് കട്ടിങ് ദ പ്രൈസ് ഡൗൺ ഓർ വിന്നിങ് ദ മാർക്കറ്റ് ഓർ തിങ്സ് ലൈക്ക് ദാറ്റ്, സ്കെയിലിംഗ്. അപ്പോഴാണ് ചെയ്യേണ്ടത്. വേറൊരു ഉദാഹരണം എന്ന് വെച്ചാൽ കോഴിക്കോട് ഇപ്പോൾ കുറേ മാറുന്നുണ്ടല്ലോ. ഞാൻ ഹൈലൈറ്റ് ഏരിയയിലാണ് താമസിക്കുന്നത്. പണ്ട് അവിടെ ആയിരുന്നല്ലോ, 10 വർഷം മുമ്പ് ഞാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ഹഗ്ഗമഗ് എന്ന് പറഞ്ഞ കോഫി ഷോപ്പിൽ പോയിട്ടാണ് ബൈ മീ കോഫീൻ്റെ ഐഡിയ ഒക്കെ ഉണ്ടാക്കി വന്നതൊക്കെ, എല്ലാ ദിവസവും രാവിലെ പോയിട്ടൊക്കെ. അപ്പോൾ ഞാൻ അന്ന് കണ്ടതും ആ ഒരു വേൾഡ് ക്ലാസ് ക്വാളിറ്റിയാണ് നമ്മുടെ കോഴിക്കോട്. ആലോചിച്ച് നോക്ക്, ചുറ്റും കാണുന്ന പോലെയല്ല. ഞാനന്ന് കിൻഫ്രയിലൊക്കെ പോയി ഓഫീസ് അന്വേഷിച്ചാൽ, സൈബർ പാർക്കിലും അവിടെ ഇവിടെയൊക്കെ. സൈബർ പാർക്ക് അന്നില്ലായിരുന്നു, സൈബർ പാർക്ക് പിന്നെ വന്നതാണ്. പക്ഷേ ഇറ്റ് വാസ് വേൾഡ്സ് അപ്പാർട്ട്, രണ്ടിൻ്റെയും ക്വാളിറ്റിയും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ. ഇനി വരാൻ പോകുന്നവർക്കൊരു പ്രൊജക്റ്റ് ഉള്ളതുണ്ട്, അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ് ഉണ്ട്. എക്സ്ട്രീംലി അപ്പ് മാർക്കറ്റ് ആട്ടോ. പക്ഷെ അവർ അന്ന് മുതൽ അത് പറയുന്നുണ്ട്. കാര്യം അവർ ഒരു ഹൈ ബെഞ്ച് മാർക്ക് വെക്കുമ്പോൾ ആൾക്കാർക്കും അവരെ ആ രീതിയിൽ കണ്ടു തുടങ്ങുക, ഒരു കമ്പനീനെ. അപ്പോൾ ഈ അറ്റ്ലാന്റിസ് ഞാൻ പറയാൻ ഭയങ്കര രസമുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാ അപ്പാർട്ട്മെൻറ്റിലേക്കും കാർ ഓടിച്ച് നിങ്ങൾക്ക് പോവാം. അത് ഇങ്ങനെ ഹൈലൈറ്റ് നമ്മുടെ ഫോക്കസ് മോളിൽ മോളിൽ കാണുന്ന ഇങ്ങനെ കറങ്ങുമല്ല, ഒരു ഹൈവേ ലെവൽ കാർ ഓടിക്കാനുള്ള ഒരു സൗകര്യം. ഇപ്പോൾ 2 ടവറായിട്ടായിരിക്കും, നടുക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡാണ്. യു ഷുഡ് സീ ദ വിഷ്വൽസ്. അത് ലോഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഹൈലൈറ്റ് ചെയർമാൻ സുലൈമാൻ കയുടെ 10 വർഷം മുമ്പത്തെ ഇൻ്റർവ്യൂവിൽ അത് പറയുന്നുണ്ട്. ആളുടെ ഒരു മാഗ്നം ഓപ്പസ് പോലെ, ആളുടെ ഒരു സ്വപ്നം പോലെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ടെന്നുള്ളത്. അതേപോലെ പകുതി യൂണിറ്റുകളിൽ പൂളുണ്ട്. ആലോചിക്കുക, ആകാശത്ത് ആ പൂള് ഓരോ യൂണിറ്റിലും ചെറിയ ചെറിയ, വലിയ പൂളൊന്നുമല്ല, വലിയ ആഴമൊന്നുമില്ല. പക്ഷെ എന്നാലും ആലോചിക്കുക, നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും രാവിലെ എന്നിട്ട് പൂളിൽ ചാടാൻ പറ്റുകയാണെങ്കിൽ, അല്ലേ? അപ്പോൾ
അതേപോലെ തന്നെ സ്ക്വയർ ഫീറ്റ് മിനിമം 5000 സ്ക്വയർ ഫീറ്റ് അങ്ങാണ്ട് 5000 സ്ക്വയർ ഫീറ്റിൻ്റെ 6000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളു യൂണിറ്റ്. ഏറ്റവും മുകളിൽ 10000-ൻ്റെ കണ്ട് കുറച്ച് ഡ്യൂപ്ലക്സുകൾ. സോ ഇമാജിൻ കോഴിക്കോട് ആരാ ഇതൊക്കെ കാശ് കൊടുക്കുക? ഇതല്ലേ ആലോചിക്കുക നമ്മളാണല്ലോ. ചിലപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇത്ര ലേറ്റ് ആയ പ്രൊജക്റ്റ് വരാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ഒരു സാധനം വെക്കുമ്പോൾ എന്താ പറയുക, അങ്ങനത്തെ ആൾക്കാരെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അത് മാത്രമല്ല, അവർ ആൾക്കാരോട് പറയുക ഇങ്ങനെയും ചെയ്യാൻ പ്രൊജക്റ്റുകൾ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറയാൻ നമുക്കൊരു അഭിമാനമല്ലേ. അതെ. എനിക്കിതിനോട് കമ്പയറബിൾ ആയിട്ട് തോന്നുന്ന മെസ്സിയുടെ മയാമിയിലെ അപ്പാർട്ട്മെൻറ്റ് ആക്ച്വലി കാറ് മുകളിലേക്ക് കൊണ്ടാൻ പറ്റും. നമുക്ക് യൂട്യൂബിൽ അടിച്ച് നോക്കി കാണാൻ പറ്റും. സോ പക്ഷേ അത് ലിഫ്റ്റാണ്. കാർ ഇങ്ങനെ കയറ്റുന്നു, ലിഫ്റ്റിൽ നിന്ന് ഇങ്ങനെ പൊക്കുന്നു, മുകളിലേക്ക് കൊണ്ടുപോകും. ഓടിച്ച് കയറ്റാനുള്ളൊരു കാര്യം വേറെ എവിടെയും ചെയ്തിട്ടുള്ളതാണ് കേട്ടത്. അപ്പം ഇങ്ങനത്തെ ഒരു വേൾഡ് ക്ലാസ് ആയിട്ടില്ല. ഇപ്പം ഒരു ഭാഗത്ത് ആൾക്കാർക്ക് പറയാം അത് കാശുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയല്ലേ എന്നൊക്കെ പറയാം. പക്ഷേ എല്ലാ വലിയ കാര്യങ്ങളും കാശുകാർക്ക് വേണ്ടി ആദ്യം ഉണ്ടാക്കിയിട്ടാണ് ബാക്കിയുള്ള ജനങ്ങളിലേക്ക് എത്തുന്നത്. ഈ ഡാവിഞ്ചി മൊണാലിസ വരച്ച നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല, ഡാവിഞ്ചിയുടെ പേട്രണിന് വേണ്ടിയിട്ട് വരച്ചതാണ്. അതേപോലെ വലിയ നമുക്ക് ചുറ്റും കാണുന്ന വലിയ ടെമ്പിളുകളൊക്കെ ഉണ്ടാക്കി അവിടുത്തെ രാജാക്കന്മാർക്കും മറ്റവരൊക്കെ ഫണ്ട് ചെയ്തിട്ടാണ്. പണ്ടത്തെ ഒരുവിധം എല്ലാ വലിയ ശില്പങ്ങളൊക്കെ ആർക്കെങ്കിലും ആരോ ഗിഫ്റ്റ് കൊടുത്ത ഒരൊറ്റ ആൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് നമ്മൾ ഈ കാണുന്ന വലിയ വലിയ മോണുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. ഈ ഇങ്ങനത്തെ ഭംഗിയുള്ള കാര്യങ്ങൾ ലോകത്ത് വരണമെങ്കിൽ ആരെങ്കിലും ഒക്കെ അതിന് പണം ചെലവഴിക്കണം, റൈറ്റ്? ഫണ്ടിങ് വേണ്ടേ, റിസോഴ്സ് വേണമല്ലോ. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന സംരംഭകർ എപ്പോഴും എന്തെങ്കിലും ഒന്ന് ലോകത്തിന് വേൾഡ് ക്ലാസ് ആയിട്ട് ചെയ്യാൻ പറ്റണം. അതിപ്പോൾ നമ്മുടെ സ്ട്രൈപ്പിൻ്റെ ജോൺ കോളിസും പറഞ്ഞൊരു വാക്കുണ്ട്, ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് വേൾഡ് ഇസ് എ മ്യൂസിയം ഓഫ് പാഷൻ പ്രൊജക്ട്സ് എന്ന്. അത് നമ്മുടെ ലോകം ഒരു മ്യൂസിയം ഓഫ് പാഷൻ പ്രൊജക്റ്റാണ്. ആരുടെയൊക്കെയോ പാഷൻ പ്രൊജക്റ്റുകളാണ് ഇപ്പം നമ്മളിരിക്കുന്ന കസേരയും എല്ലാം അങ്ങനത്തെ. എന്ത് ഭംഗിയുള്ളതല്ലേ. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്, ആൾക്കാർ എന്തെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് വേൾഡ് ക്ലാസ് ആയിട്ട് ചെയ്യുന്നത്. ബിൽഡിംഗ് ഗ്രേറ്റ് തിങ്സ്. അതെ. ഇപ്പോൾ ഈ സന്തോഷ് ജോർജ് കുളങ്ങര ചെയ്യുന്ന ഒരു എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമാണെന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കുറേ തറവാടുകൾ നശിപ്പിച്ച് അല്ലെ ആ ഒരു സ്ഥലം വിൽക്കുന്ന സമയത്ത് അദ്ദേഹം അത് വാങ്ങിച്ച് കൊണ്ടുപോയി എല്ലാം കൂടെ ഒരു ഐലൻഡിൽ കൊണ്ട് വെച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ പോയിട്ടില്ല, അതെല്ലാം പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ സഫാരി എന്തൊരു യൂണീക്കായിട്ടുള്ളൊരു കോൺസെപ്റ്റ് അല്ലേ. പരസ്യമില്ല, അദ്ദേഹത്തിന് തന്നെ പ്രോഗ്രാമിങ് വളരെ ചിലവ് ചുരുക്കി ചെയ്യുന്നു, കാശിന് വേണ്ടി ചെയ്യുന്നതല്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് അതുവഴി വിൽക്കുന്നു, സഞ്ചാരം. എന്തൊരു പുതിയ ആശയമാണ്. ഒരുവിധം എല്ലാവരും എതിർത്തിട്ടുണ്ടാവില്ലേ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലേ. അതൊക്കെ എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു ലോക്കൽ ലെജൻഡാണ് സന്തോഷ് ജോർജ് കുളങ്ങര. നമ്മുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് വരാനും അനുഗ്രഹിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതെ. അപ്പം അതൊക്കെയാണ് ഞാൻ ലുക്കപ്പ് ചെയ്യുന്നത്. ഇപ്പം കൂടുതൽ ഉണ്ടാവട്ടെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ KPH ഗസ്റ്റിലെ മാൻഡറ്ററി ക്വസ്റ്റ്യൻ ആണ്. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്. സ്റ്റാർട്ടിങ് വിത്ത് ഹെൽത്ത്, maybe you can talk about if your physical health, mental health, how has that evolved, that contributed എന്തൊക്കെയായിരിക്കും. സ്റ്റാർട്ടിങ് വിത്ത് ഹെൽത്ത്, കാരണം ഹെൽത്ത് ഇല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ശരിയല്ലേ? ഹെൽത്തിനെ കുറിച്ച് ഞാൻ പണ്ടത്തെ അത്ര അറ്റാച്ച്ഡ് അല്ല ഇപ്പം. ഞാൻ അത്ര വറീഡ് അല്ല. കാര്യം ഹെൽത്ത് നാച്ചുറലി ഡിറ്റീറിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണല്ലോ, നമ്മുടെ കൺട്രോളിന് പുറത്താണത്. അപ്പോൾ പക്ഷേ അറ്റ്ലീസ്റ്റ് വി കുഡ് ഫിഗർ ഔട്ട് വാട്ട്സ് ഗോസ് ഇൻടു ദ തിങ് ആൻഡ് ദെൻ വി ക്യാൻ. തീർച്ചയായിട്ടും. എന്നിട്ടും ക്യാൻസർ വരാം. എന്നിട്ടും ക്യാൻസർ വരാം. അല്ലെ നമ്മുടെ മുഖത്തൊരു കുരു വരാം. നമ്മൾ എത്ര മേക്കപ്പ് അല്ല ഇതാക്കിയാലും ഇപ്പം എൻ്റെ മുഖത്തൊരു ബ്ലാക്ക് ഡോട്ട് ഇങ്ങനെ വരുന്നത് ശ്രദ്ധിച്ചു. എനിക്ക് മറുകി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതിലിപ്പോൾ കുറച്ച് ഡോട്ടുകളൊക്കെ കൂടി. അപ്പോൾ ദീസ് ആർ ഔട്ട്സൈഡ് ഓഫ് ആ കൺട്രോൾ. അപ്പോൾ സ്റ്റോയിക്സിലൊരു വാക്കുണ്ട്, പ്രിഫേർഡ് ഇൻഡിഫറൻസ്. അതായത് നല്ല ഹെൽത്ത് ഉണ്ട് നല്ലതായിരുന്നു, നല്ല സൗന്ദര്യം ഉണ്ട് നല്ലതാണ്, പക്ഷെ അതില്ലേലും കുഴപ്പമുണ്ടാവരുത്. അതിനെക്കുറിച്ച് ഇൻഡിഫറൻസ് നമ്മൾ പാലിക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റോയിസ് അതിനെക്കുറിച്ച് പാലിക്കണം. ഒബ്വിയസ്ലി ഉണ്ടെങ്കിൽ നല്ലതാണ്, പ്രിഫേർഡ് ആണ്, പക്ഷേ ഇൻഡിഫറൻ്റ് ആവണം അതിനെക്കുറിച്ച്. അത് ഹെൽത്ത് ആയാലും ഈ പറഞ്ഞ വെൽത്ത് ആയാലും ഫാമിലി ആയാലും എല്ലാം ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാര്യം. നമ്മൾ ചേർത്ത് പിടിക്കണം, നമ്മളതിന് ശ്രമിക്കണം, ആരോഗ്യം നന്നാക്കാൻ നോക്കണം. ഞാൻ നടക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വറീഡ് അല്ലെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നടത്തമാണ് എൻ്റെ മെയിൻ ആക്ടിവിറ്റി. പിന്നെ ഉറക്കം മാക്സിമം ശ്രമിക്കാറുണ്ട്. ഫെലിക്സിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഉറക്കം നന്നാകുമ്പോൾ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും മാറുന്നതിന് ചോദിച്ചിട്ടുണ്ട്. ഉറക്കം മോശം എല്ലാം മോശമായ പോലെയാണ്. അന്നൊരു ഓറ റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഓറയുണ്ട്, പക്ഷെ ഞാൻ ചാർജ് ചെയ്യാറില്ല. ഇപ്പം 2 മാസം ചാർജ് ചെയ്യാറില്ല. കാര്യം ഇപ്പോൾ ട്രാക്കിംഗ് ഒക്കെ കുറച്ചൊരു അനാവശ്യമായിട്ട് പിന്നീട് ഫീൽ ചെയ്തു. ചിലർക്ക് ഭയങ്കര യൂസ്ഫുൾ ആവട്ടെ, ഞാനത് ട്രാക്കിംഗ് നിർത്തി. കാര്യം ട്രാക്ക് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് ആപ്പിൾ വാച്ച് അല്ല, അല്ല ഇത് വേറൊരു വാച്ചാണ്. പണ്ട് ആപ്പിൾ വാച്ച് അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് ആയിരുന്നല്ലോ. അതെ. ട്രാക്കിംഗ് നിർത്തിയ കാര്യം എന്ന് വെച്ചാൽ ട്രാക്ക് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ഉറങ്ങാൻ പറ്റുന്ന പോലെയൊക്കെ ഉറങ്ങുന്നുണ്ട്, ഇല്ല ഉറങ്ങുന്നില്ല. അതിപ്പം
ട്രാക്ക് ചെയ്തുകൊണ്ട് വലിയൊരു ബെനിഫിഷ്യലായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാൻ എല്ലാ 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഞാൻ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. ഓ, റിലീജിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എവിടെ ചെയ്യാറ്? കോഴിക്കോട് നൂറ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ഓ. ഹെൽത്ത് സെൻ്റർ ഉണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. ഓ. 2 മണിക്കൂറിലെല്ലാം ചെയ്തു വിട്ടു. ആഹാ. ചിലതൊക്കെ മിസ്സിംഗ് ആണ്. TMT അങ്ങനെ ഹാർട്ടിൻ്റെ ചില കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇൻക്ലൂഡിങ് ഡോക്ടർ കൺസൾട്ടേഷൻസ് ഒരുവിധം എല്ലാം ഈ 2 മണിക്കൂറിനുള്ളിൽ ഓ. ചെയ്ത് നല്ല റിസൾട്ടൊക്കെ വരുന്നൊരിതുണ്ട്. അപ്പം അപ്പോൾ അത് ചെയ്യും റിലീജിയസ് ആയിട്ട്. അത് ഞാൻ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യും, എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. ഒന്നുമില്ലെങ്കിലും അത്രയും അത് അഫോർഡബിൾ അല്ലെങ്കിൽ ഒരു ബ്ലഡ് വർക്കെങ്കിലും ചെയ്യുക എല്ലാ വർഷവും. ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ബ്ലഡ് വർക്കിൽ നിന്ന് കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് നേരത്തെ തുടങ്ങുക. 10-30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും തുടങ്ങുക. യു നെവർ നോ, റൈറ്റ്? അപ്പോൾ നമുക്ക് പ്രിക്കോഷൻ എടുക്കാൻ പറ്റും, ഇതാക്കാൻ പറ്റും. അതിൽ കൂടുതലൊന്നും ഹെൽത്തിനെ കുറിച്ച് എനിക്ക് അറിയില്ല. തടി കുറഞ്ഞാൽ നല്ലതായിരുന്നു. ആഗ്രഹമുണ്ട്, നടക്കണ്ടേ, തീറ്റ കുറയ്ക്കണ്ടേ, ബുദ്ധിമുട്ടാണ്. വെൽത്ത് മേ ബി ഇപ്പോൾ ഐ തിങ്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതർവൈസ് ഹൗ ഡു യു ട്രീറ്റ് മേ ബി വെൽത്തിൻ്റെ ഡെഫിനിഷൻ ഓവർ ദി ഇയേഴ്സ് മാറിയിട്ടുണ്ടോ? മേ ബി സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് ഇൻകം തൊട്ട് മേ ബി 20 years ബാക്ക് എടുക്കുകയാണെങ്കിൽ വേഴ്സസ് മേ ബി ഓരോ 5 yearsോ അല്ലെങ്കിൽ വാട്ട് വാസ് ദ വെൽത്ത് ഡെഫിനിഷൻ ടു യു ഈച്ച് പോയിന്റ് ഓഫ് ടൈം? നമ്മുടെ ബേസ് ലൈൻ ഹാപ്പിനെസ് ഉയർത്തും, ഒരു സംശയമില്ല, ഹെൽത്ത് കൂടുമ്പോൾ. അതായത് നമുക്ക് വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ പിന്നെ അനുഭവിക്കണ്ടല്ലോ. അതായത് റെൻറ്റ് കൊടുക്കാനുള്ള പ്രശ്നം, ഒരു ഹോട്ടലിൽ പോകുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതോ, അല്ലേ ഒരു പ്രശ്നം വന്നാൽ ചില നഷ്ടങ്ങൾ നമുക്കുണ്ടാവും, അല്ലെങ്കിൽ പ്രൊജക്റ്റ് നഷ്ടമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അധികമുള്ള ആൻസൈറ്റി അതൊക്കെ അങ്ങോട്ട് മാറി കുറഞ്ഞു വരും എന്നുള്ളൊരു കാര്യമുണ്ട്. അതിൽ കൂടുതൽ എനിക്കങ്ങനെ ഡയറക്റ്റ്ലി കോറിലേഷൻ ടു മൈ ഹാപ്പിനെസ് ഫീൽ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ വെൽത്ത് കൊണ്ട് വാങ്ങിക്കുന്ന ഒരു ഇതെല്ലാം ടെമ്പററി ഹൈ ആയിട്ട് എനിക്ക് തോന്നുന്നത്, ഒരു താൽക്കാലിക സന്തോഷം. അതിപ്പോൾ എന്തായാലും ഒരു വലിയ നല്ല കാറ് വാങ്ങിച്ചാലോ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചാലോ നമ്മളതിൻ്റെ ഹൈലിങ്ങനെ നിൽക്കുമല്ലോ, നമുക്ക് ആ സമയത്തേ ഉള്ളൂ അതിൻ്റെ. പിന്നെ ഒരു കംഫർട്ടുണ്ട്, ഇതൊക്കെ ശരിയാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ നല്ലൊരു സാലറി എടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ബാക്കി വാല്യുവേഷനൊക്കെ വെച്ചിട്ടുള്ള പേപ്പർ മണി, മില്യണയറാണോ ഡെക്ക മില്യണയറാണോ പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല. അതിനെക്കുറിച്ച് ആലോചിക്കാറ് അങ്ങനെ ഇല്ല. പിന്നെ കുറച്ച് ബോറിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, കാര്യം നമ്മുടെ മക്കൾക്കും ജീവിക്കണമല്ലോ. വലിയ കാര്യമായിട്ടൊന്നുമല്ല, കുറച്ച് രീതിയിൽ ചെയ്യുന്നുണ്ട്, ഫാമിലി ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ അത്ര ചിന്തിക്കാറുമില്ല. എനിക്കൊരു പരിധി കൂടുതൽ കാശിനെ കുറിച്ച് ആലോചിക്കുന്നത് ഭയങ്കര ഒരു അരോചകമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്, അൺഅട്രാക്റ്റീവായിട്ട് ആണ് ഇപ്പോൾ തോന്നുന്നത് കേട്ടോ. ഒരു പരിധി കൂടുതൽ കാര്യം എന്തൊക്കെ ചെയ്യാനുണ്ട് ലോകത്ത്. എല്ലാം കാശിനെ കുറിച്ച് ആക്കുന്നത് തന്നെ എനിക്കൊരു ഞാൻ വിയോജിക്കുന്നൊരു കാര്യമാണ് കാര്യത്തോട്. കാശ് ഒരു ടൂള് പോലെ കണ്ട് നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ അപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കാറില്ല. ഇനി ടോക്ക് അബൌട്ട് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താ ഉദ്ദേശിച്ചത്? yourself to your other partner, to the kids, family, maybe friends. You can talk about many things. ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. മോനൊരു ഷോക്കായിരുന്നു എനിക്ക്. ഇത്രയും ഞാൻ എൻജോയ് ചെയ്തെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും കുട്ടികളെ ഉണ്ടാക്കാൻ. ഇന്ന് രാവിലെ വന്നപ്പോഴും രാവിലെ എണീറ്റ് ഡാഡി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിങ്ങനെ വരും, ഭയങ്കര രസമാണ്. അതേപോലെ രാവിലെ എണീക്കുമ്പോൾ ഒരു അരമണിക്കൂറുകൾ എൻ്റെ മുഖത്തുനിന്ന് കുറച്ചു നേരം കിടക്കും, പിന്നെ അലീഷയുടെ മുഖത്ത് പോയി കുറച്ചു നേരം കിടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിങ്ങനെ ഭയങ്കര വേറൊരു ഫീലാണ്. ഇതൊക്കെ ഇപ്പോഴല്ലേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറുമല്ലോ, ഇവോൾവ് ചെയ്യുമല്ലോ. അപ്പോൾ ഞങ്ങൾ അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കാറുണ്ട്. കുറേ ട്രാവൽ ചെയ്തു. അവൻ്റെ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ കുറേ ട്രാവൽ ചെയ്തു, ചെറുതായിരുന്നപ്പോൾ തൊട്ട് ട്രാവൽ ചെയ്തു. സോ അത് ഞങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ട് വിചാരിക്കുന്ന കാര്യമാണ്. ട്രാവൽ ഇൻ ജനറൽ പുറകോട്ട് നോക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ട്രാവൽ റിഗ്രറ്റ് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. അതെന്താറില്ല, ചില കാര്യങ്ങളുണ്ട് അങ്ങനെ നമ്മൾ റിഗ്രറ്റ് ചെയ്ത്. ഇപ്പോൾ വായിക്കുന്നത് നമ്മൾ റിഗ്രറ്റ് ചെയ്യാറില്ലല്ലോ. എത്ര പുസ്തകം വായിച്ചാൽ അത്ര സന്തോഷമല്ലേ. ട്രാവൽ ചെയ്യുന്നത് എങ്ങോട്ടാണല്ലോ, ഇതിപ്പോൾ വിദേശയാത്ര ആവണമെന്നില്ലല്ലോ. വണ്ടി എടുത്ത് കൂട്ടുകാരെ കൂട്ടി ഒരു സ്ഥലത്ത് പുതിയ സ്ഥലത്ത് പോയാൽ, അല്ലെങ്കിൽ ട്രക്കിങ്ങിന് പോയാൽ, ഒരു എന്തും നമ്മളത് ഭയങ്കര പുറകോട്ട് നോക്കുമ്പോൾ ഇഷ്ടമുള്ള കാര്യമല്ലേ. അപ്പോൾ ജീവനെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റി. വൈഫായിട്ടുള്ള റിലേഷൻഷിപ്പും ഇതൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന കാര്യമാണ്, ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യുന്ന. ഞങ്ങൾ ഭയങ്കര ഒരു ഇതുവരെ ലൈക്ക് വി ആർ അറ്റ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് സ്റ്റേറ്റ് റൈറ്റ് നൗ. അതൊരു ജേണിയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചലഞ്ചും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടാവില്ലേ. നമ്മളതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ള പോലെ ഇരിക്കും അത് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളും. പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയാലേ വേറെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നമ്മൾ അറിയിക്കും, നമ്മളിലേക്ക് എത്തിക്കും. ഇനി വേറെ ആരുടെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിച്ചു, പിന്നെ അവർ വിചാരിക്കും നമ്മളാണ് പ്രോബ്ലം സോൾവർ എന്ന് വിചാരിച്ചു എല്ലാ പ്രശ്നം നമ്മളിലേക്ക് തന്നെ കറക്റ്റ് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ അതെപ്പോഴും ഉണ്ടാവും. പക്ഷെ നമ്മളെങ്ങനെ അതിനെ കാണുന്നു, എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ആ രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലാണ്. അതാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ. പപ്പയും മമ്മിയായിട്ട് അധികം സമയം ചിലവഴിക്കാൻ പറ്റാറില്ല, പക്ഷെ വരുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും കുറേ നേരം അവരോടൊപ്പം ചിലവഴിക്കാൻ നോക്കാറുണ്ട്.
എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അതേപോലെ ചേട്ടൻ്റെ മോളുമായിട്ട് ഓ. ഭയങ്കര ക്ലോസാണ് ആഷ്ലിൻ എന്ന് പറഞ്ഞത്. വളരെ ക്ലോസാണ് ഞങ്ങൾ. കോവിഡ് സമയത്താണ് ആഷ്ലിൻ്റെ ഒപ്പം ആഷ്ലിൻ വളർന്നൊക്കെ 2 വയസ്സൊക്കെ ആയിരുന്ന സമയത്തായിരുന്നു ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ സമയം ആഷ്ലിൻ്റെ ഒപ്പം ചിലവഴിച്ചു. അപ്പോൾ അതൊക്കെ ഭയങ്കര ലൈഫിൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കാര്യമാണ്. ഈ സ്റ്റാർട്ടപ്പിനോടുള്ള ഈ അമിതമായ ഗ്രോത്ത് ആഗ്രഹങ്ങളൊക്കെ കുറച്ചൊന്ന് മാറ്റി വെച്ചപ്പം കിട്ടിയ സാവകാശത്തിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് കേട്ടോ. അതുകൊണ്ട് ഞാനത് കൂടുതൽ അതിലേക്ക് ചെയ്തു. അതാ നേരത്തെ ഫിലിക്സ് വെച്ച് എന്തിനായി സബാറ്റിക്കൽ എടുത്തതെന്നുള്ള. ഈവൻ ബൈ മീ കോഫിക്ക് പോലും ഉപകാരപ്രദമാവുന്ന കുറേ ഐഡിയാസൊക്കെ അപ്പോൾ വന്നു. ആ ഒരു സാവകാശം, ആ ഒരു ഫ്രീഡം, ആ ഒരു സ്പേസും കിട്ടിയപ്പോൾ. സാം ഓൾട്ട്മാൻ ChatGPT തുടങ്ങുന്നതിന് മുമ്പ് 1 വർഷം സബാറ്റിക്കൽ എടുത്തവരെ അറിയാമോ? ഇല്ല. ഓക്കെ. സോ ആളൊന്നും ചെയ്യാണ്ടിരിക്കുകയാണ് 1 വർഷം ഫുൾ ഫ്രീ. ആലോചിച്ച് നോക്കിയാൽ ഓപ്പൺ-ഐയുടെ ഫൗണ്ടർ. നമുക്കൊന്നും അങ്ങനെ എടുക്കാൻ ഒരു വലിയ ലക്ഷറി ആയിട്ടല്ല നമ്മൾ ഫീൽ ചെയ്യുന്നത്. നല്ല ലക്ഷറി അല്ല, റിസ്ക് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഒന്നും ചെയ്യാണ്ടിരിക്കുക, അല്ലെ പ്രത്യേകിച്ച് ഒരു സക്സസ്ഫുൾ ആയിട്ടായിരുന്നു. അദ്ദേഹം YC-യുടെ CEO ആയിരുന്നു, പ്രസിഡന്റ് ഓഫ് വട വൈ പോണ. ബട്ട് 1 വർഷം സബാറ്റിക്കൽ എടുത്ത് വേറെ അടുത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ആ സമയത്ത് ഏറ്റവും ലോകത്ത് നേരിടുന്ന പ്രശ്നങ്ങളിലെ ഒരു കാര്യമായിട്ട് AI-യുടെ കാര്യം വന്നു. AI, എനർജി, 2 കാര്യങ്ങളായിരുന്നു, 2 വെർട്ടിക്കലായിരുന്നു. അപ്പോൾ AI വർക്ക് ചെയ്യണം എന്നുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു തോട്ടിൽ നിന്നാണ് നമ്മൾ ഇന്നൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ChatGPT എന്നുള്ള പ്രൊഡക്റ്റ് വന്നത്. അപ്പോൾ അദ്ദേഹം ആ ബ്രേക്ക് എടുത്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ സാവകാശം കിട്ടില്ല എന്നത് വരില്ലായിരുന്നു. അപ്പോൾ ജനറലി റെസ്റ്റ് എടുക്കുക എന്നുള്ളത്, അല്ലെ ഒന്നും ചെയ്യാണ്ടിരിക്കുക, ബോറടിക്കുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഓൺട്രപ്രണർ എന്ന് എനിക്ക് തോന്നുന്നത്. ബോർഡം. തീർച്ചയായിട്ടും. നൈസ്. അപ്പോൾ ഐ തിങ്ക് ലാസ്റ്റ് ഒരു 2 hours നമ്മൾ നല്ലൊരു കോൺവെർസേഷൻ ആണ്. ഐ തിങ്ക് ഹോപ്പ്ഫുള്ളി ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്കും ക്യാൻ ടേക്ക് അവേ ദ ബെസ്റ്റ് ഓഫ് തിങ്സ് ഫ്രം ദ എനി അതർ എൻഡിങ് നോട്ട്സ് യു വാണ്ട് ടു ഷെയർ ടു ദ ഓഡിയൻസ്. കാരണം ഇപ്പോൾ കാപ്പിക്കട രീതിയിലാണ് ഇപ്പോൾ ആൾക്കാർ അറിഞ്ഞു വന്നത്. ബട്ട് ഐ നോ യു ഫോർ ദ ലോങ്ങസ്റ്റ് ടൈം ബിൽഡിംഗ് ഗ്ലോബൽ പ്രൊഡക്ട്സ്. എനി അതർ എൻഡിങ് നോട്ട്സ് യു വാണ്ട്? നിയർലി 10 വർഷമായിട്ട് നമുക്കറിയാം അല്ലേ? Yeah. ക്രേസി. ബിഫോർ ബൈ മീ കോഫി അറിയായിരുന്നു വാട്ടറൺസിൻ്റെ സമയത്ത് അറിയായിരുന്നു അല്ലേ? എനിക്ക് ഞാൻ ജിജോനെ ഐ തിങ്ക് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ലാസ്റ്റ് പോഡ്കാസ്റ്റ് പറഞ്ഞ പോലെ ഹാവ് ബീൻ റിസർച്ചിങ് യു ഫോർ എ ലോങ് വൈൽ. റൈറ്റ്. So since your blogging days or something. ഓക്കെ. ഇന്റർനെറ്റിൽ നമ്മൾ we try to see who is that person. മീറ്റ് ചെയ്തത് ഐ തിങ്ക് 2018 നമ്മൾ 2017 എന്ന് തോന്നുന്നു. ബട്ട് otherwise I have been keeping track of people. I mean, I keep track of people. അതാണ് even ഇപ്പോൾ KPH-ലായാലും I get to meet with lot of other interesting people. അപ്പോൾ ഞാൻ കുറേ ആൾക്കാർ ട്രാക്ക് ചെയ്യാറുണ്ട് ലിറ്ററലി. ഐ മീൻ മേ ബി ഒരു 10-year bet ചില ആൾക്കാരിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. We could see them becoming better in things എന്നുള്ളതാണ്. I keep track of people. Yeah. നല്ല കാര്യം വെച്ചാൽ ഇങ്ങനെ ഒരു അൺഒഫീഷ്യലായിട്ട് തുടങ്ങിയൊരു കമ്മ്യൂണിറ്റി, സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റി. പക്ഷേ ഇപ്പം സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ലൊരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഇതാ. കുറേ നല്ല ഫൗണ്ടേഴ്സ് കാണുന്നത് ഇതാ. അതായത് ഏറ്റവും നല്ല ഭംഗി വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴേ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും നല്ലതൊക്കെ ആദ്യം ഉണ്ടാക്കിയ റോളും, പിന്നെ ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് അത് എടുത്തതും, അതിൽ വളരെ കാഷ്വലായിട്ട് കോൺവെർസേഷൻ വന്നതൊക്കെയാണ് ഇത്രയും നല്ലൊരു കമ്മ്യൂണിറ്റിയാക്കി വരുത്തിയത്. അപ്പോൾ സോ കൺഗ്രാറ്റ്സ് ഓൺ ഡൂയിങ് ദാറ്റ്. അതിൽ തുടക്കത്തിലേ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. I think you were that 10th member in the group as well. I think ഞാൻ കോളേജ് 2017 3rd year സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് അന്ന് സിലിക്കൺ വാലി സമയത്ത് ഐ തിങ്ക് അങ്ങനെ നമ്മൾ ആഡ് ചെയ്തു. പിന്നെ അൻവർ ആഡ് ചെയ്തു. അങ്ങനെ കുറേ അങ്ങനെ ഒരു ഭയങ്കര ഐ തിങ്ക് 50 ആൾക്കാരുണ്ടായല്ലോ ഐ തിങ്ക് ഫോർ ദ ലോങ്ങസ്റ്റ് ടൈം. പിന്നെ ഈ പോഡ്കാസ്റ്റ് ഒക്കെ വന്നപ്പോഴാണ് ആൾക്കാർ ഓക്കെ people started hearing about KPH and everything. Right. Anyway, Yeah, all the best now for it's pretty good. All the best, man. Yeah. Thanks so much. Thank you. Yes. Take it.